ഹായ് എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്നാണ്. ഫോട്ടോസിന്തസിന് ശേഷം റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാ കുട്ടികളിലും വീണ്ടും ഒരു ടഫ്നെസ് ഫീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ജസ്റ്റ് ഫീലിംഗ് മാത്രമേ ഉള്ളൂ. വൃത്തിക്ക് പഠിച്ചാൽ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മുന്നിൽ NCERT ഓപ്പൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബെറ്റർ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ചാപ്റ്റർ ചെറിയൊരു കോൺസെപ്റ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കത്തി കയറാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം. NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. ചെറിയ രീതിയിൽ അപ്ലൈഡ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററും കൂടിയാണ് റെസ്പിറേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്ന റെസ്പിറേഷൻ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ എനർജി ഫോം ചെയ്യുന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജി ആവശ്യമാണ്. എനർജിയുടെ ഫോമാണ് ATP. അപ്പൊ സെല്ലിൻ്റെ ഉള്ളിൽ ATP ഫോം ചെയ്യുന്ന ആ സ്റ്റോറിയാണ് ശരിക്കും ഇത് റെസ്പിറേഷൻ പ്ലാന്റ് അഥവാ റെസ്പിറേഷൻ, സെല്ലുലാർ റെസ്പിറേഷൻ. വി ആർ ഡീലിംഗ് വിത്ത് സെല്ലുലാർ റെസ്പിറേഷൻ. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, ഓർഗാനിക് ആസിഡ്സുകൾ എല്ലാം ഉണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മുടെ സെല്ലുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും, അല്ലേ? ബ്ലഡ് കാപ്പിലാരിറ്റീസ് വഴി എത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ആ ഫുഡ് മെറ്റീരിയൽസ് അഥവാ ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് പോലുള്ള സാധനങ്ങൾ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് ബ്രേക്ക് ഡൗൺ നടത്തുകയും അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിയെ ATP ആക്കി എടുത്തു വെക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. സോ സെല്ലുലാർ റെസ്പിറേഷൻ ബ്രേക്ക് ഡൗൺ, അതായത് ഇപ്പോൾ ഗ്ലൂക്കോസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അത് സീരീസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വൈസ് പ്രോസസ്സിലാണ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ബ്രേക്ക് ഡൗൺ നടക്കുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജീനെ ATP ആക്കി എടുത്തു വെക്കുന്നു സെല്ലിൽ. അതുകൊണ്ടാണ് ഇത് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. കെമിസ്ട്രി പരമായി പറയുകയാണെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആണ്. ഇപ്പൊ ബ്രേക്ക് ഡൗണിന്റെ കൂടെ ഈ പറയുന്ന ഓക്സിഡേഷൻ പ്രോസസ്സുകൾ ഹൈഡ്രജൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ ഘട്ടങ്ങളിലായിട്ടും ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു. ഓക്സിഡേഷൻ അത് കംപ്ലീറ്റ് ഓക്സിഡേഷനും ഉണ്ട്, എന്നാൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കാത്ത സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന്, അതായത് റെസ്പിറേഷന് വിധേയമാകുന്ന സബ്സ്റ്റൻസ് ആണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. അപ്പൊ ആ സബ്സ്ട്രേറ്റിൽ നിന്നും ഹൈഡ്രജൻ സ്റ്റെപ്പ് വൈസ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓക്സിഡേഷൻ പ്രോസസ്. അങ്ങനെ കംപ്ലീറ്റ് ഹൈഡ്രജൻ പോവുകയാണ് എങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഓക്സിഡേഷൻ എന്ന് പറയും. അപ്പോൾ കംപ്ലീറ്റ് ഓക്സിഡേഷൻ നടക്കുന്നത് ഓക്സിജന്റെ പ്രസൻസിലാണെങ്കിൽ അത് എയറോബിക്കും, എന്നാൽ ഓക്സിജന്റെ ആബ്സെൻസ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡേഷൻ നടക്കില്ല എന്നുള്ളതാണ് സത്യം. അത് അനൈറോബിക് റെസ്പിറേഷൻ ആണെന്നും നമ്മൾ പറയും. നോക്കുക, ഞാൻ പറയാൻ പോണ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സെല്ലാണെന്നുണ്ടായിരിക്കും, ഇതൊരു സെല്ലാണെന്ന് വിചാരിക്കുക. ഒരു സെല്ലിൽ, ഈ ഒരു സെല്ലിൽ സൈറ്റോപ്ലാസം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, അല്ലെ? ഇത് മൈറ്റോകോൺഡ്രിയ, മൈറ്റോകോൺഡ്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ, മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ. മൈറ്റോകോൺഡ്രിയയിൽ വേറെ പല കാര്യങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. മെട്രിക്സ്, ഇന്നർ മെംബ്രെയിനിലെ ഫോൾഡിങ്, ക്രിസ്റ്റേ, അതൊന്നും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. അതുകൂടാതെ മൈറ്റോകോൺഡ്രിയയിൽ ഓക്സിസോം അല്ലെങ്കിൽ ATP സിന്തേസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ATP സിന്തേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ F0 F1 പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളത്. സോ ഇവിടെ ഗ്ലൂക്കോസ് സൈറ്റോപ്ലാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഗ്ലൂക്കോസ് ഘട്ടം ഘട്ടമായിട്ട് ബ്രേക്ക് ചെയ്ത്, സെവറൽ സ്റ്റെപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് സൈറ്റോപ്ലാസത്തിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ആ കോമ്പൗണ്ടിന്റെ പേര് പൈറുവിക് ആസിഡ് എന്നാണ് പറയാം. പൈറുവിക് ആസിഡ്. ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇനി ഫർദർ ഓക്സിഡേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മൈറ്റോകോൺഡ്രിയയിലേക്ക് ആ പൈറുവിക് ആസിഡ് എത്തുന്നതാണ്. അവിടെയാണ് ശരിക്കും എയറോബിക് റെസ്പിറേഷന്റെ യഥാർത്ഥ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്രൂഷ്യൽ ഈവന്റുകളിലേക്ക് കടക്കപ്പെടുന്നത്. അതായത് ഇപ്പൊ ഗ്ലൂക്കോസ് സൈറ്റോപ്ലാസത്തിലെത്തി അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് പൈറുവിക് ആസിഡായി മാറി. ഇതിന്റെ ഇടയ്ക്ക് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓക്സിഡേഷൻ മീൻസ് ഹൈഡ്രജൻ റിലീസിങ് നടക്കുന്നുണ്ട്, H+ റിലീസ് ചെയ്യുന്നുണ്ട് ചില ഘട്ടങ്ങളിലായിട്ട്. ആ ഹൈഡ്രജൻ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ പിന്നീട് പറയാം. ഹൈഡ്രജൻ പോവാന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഇലക്ട്രോൺസും പോവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി പൈറുവിക് ആസിഡ് ഇവിടെ എത്തി അത് മൈറ്റോകോൺഡ്രിയയിലേക്ക് കയറി കഴിഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ ഇവിടെ യൂക്കാരിയോട്ടിക് സെല്ലിൽ
ആ പൈറുവിക് ആസിഡ് മൈറ്റോകോൺഡ്രിയയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിരന്തരമായിട്ടുള്ള ഓക്സിഡേഷൻ പ്രോസസ്സുകളൊക്കെ നടന്ന് ഒരുപാട് ATPകൾ ഫോം ചെയ്യും എന്നുള്ളതാണ് സത്യം. അപ്പൊ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. പിന്നീടുള്ള ഘട്ടങ്ങളെല്ലാം ഒരു ക്രൂഷ്യൽ ഈവന്റ് ആയിട്ട് എയറോബിക് റെസ്പിറേഷനിൽ നടക്കുന്നതെല്ലാം ഈ മൈറ്റോകോൺഡ്രിയക്കുള്ളിലാണ് ഫർദർ ഓക്സിഡേഷൻ നടക്കുന്നത്. ഒരു പക്ഷേ ഓക്സിജൻ ഇനഫ് അല്ല എങ്കിൽ, അത്യാവശ്യത്തിന് ഓക്സിജൻ ഇല്ലെങ്കിൽ, ഈ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി സൈറ്റോപ്ലാസത്തിൽ ആയതിനു ശേഷം പിന്നെ അത് മൈറ്റോകോൺഡ്രിയയിലേക്ക് പോകാതെ അവിടെ വെച്ച് സൈറ്റോപ്ലാസത്തിൽ വെച്ച് പൈറുവിക് ആസിഡ് വേറെ കോമ്പൗണ്ട് ആവുകയും ചെയ്യുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയാം. സൈറ്റോപ്ലാസത്തിൽ, മൈറ്റോകോൺഡ്രിയയിലേക്ക് കടക്കില്ല. യൂക്കാരിയോട്ടിക് സെല്ലില് ഓക്സിജൻ ആവശ്യത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് അത് പറയുന്നത്. സൈറ്റോപ്ലാസത്തിൽ അത് പിന്നീട് മൈറ്റോകോൺഡ്രിയയിലേക്ക് പൈറുവിക് ആസിഡ് കയറൂല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സംഗതി ബ്രേക്ക് ഡൗൺ ആണ്, എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിക്കണം. നോക്ക് മക്കളെ, ഞാൻ ഒന്നും കൂടി പറയാം. അതായത് ഈ ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഗ്ലൂക്കോസ് 6 കാർബണുള്ള ഗ്ലൂക്കോസ് ഘട്ടം ഘട്ടമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് എന്തായിട്ട് മാറും? പൈറുവിക് ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, പൈറുവിക് ആസിഡ്. ഈ പൈറുവിക് ആസിഡിന്റെ കാർബൺ നമ്പർ 3 കാർബൺ ആണ്. ഓക്കെ, അങ്ങനെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് 2 പൈറുവിക് ആസിഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷം അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൈഡ്രജൻ റിലീസിങ് നടക്കുന്നുണ്ട്. ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട് പ്രോട്ടോൺ, അല്ലെ? ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്സിഡേഷൻ, ചില ഘട്ടങ്ങളിൽ ഓക്സിഡേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഏത് ഘട്ടം എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. ആ പോകുന്നത് ആണെങ്കിൽ NAD+ അടുത്തേക്കാണ്. NAD+, ആ ഹൈഡ്രജൻ സൈറ്റോപ്ലാസത്തിൽ NAD+ ഉണ്ട്. ആ NAD+ എന്തായി മാറും? NADH2 ആയിട്ട് മാറും. NADH2. ഓക്കെ, NADH2. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നു. ആ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ഹൈഡ്രജൻ NAD+ലേക്ക് പോകുന്നു. NAD+ റെഡ്യൂസ് ചെയ്ത് NADH2 ആയിട്ട് മാറുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ട്രാപ്ഡ് ആണ്. NADH2ന്റെ ഉള്ളിൽ ഇലക്ട്രോൺ ട്രാപ്ഡ് ആണ്. ഹൈഡ്രജൻ പോവാന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇലക്ട്രോൺസ് അവിടെ ട്രാപ്ഡ് ആണ് NADH2ൽ. അതുപോലെ ചില ഘട്ടങ്ങളിൽ നേരിട്ട് ചില സബ്സ്ട്രേറ്റിൽ നിന്നും ഫോസ്ഫറസ് റിലീസ് ചെയ്യുന്നുണ്ടാവാം. ആ ഫോസ്ഫറസ് പോയിട്ട് ADPയിലേക്കാണ് ബൈൻഡ് ചെയ്യുക, ADPയിലേക്ക്. അങ്ങനെ ADP എന്തായിട്ട് മാറും? ATP ആയിട്ട് മാറും. ചില ഘട്ടങ്ങളിൽ ATP ഫോം ചെയ്യുന്നു. അങ്ങനെ സൈറ്റോപ്ലാസത്തിൽ ATP ഫോം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം ഇപ്പൊ ഇവിടെ ഓക്സിജന്റെ റോളൊന്നും ഇല്ല. ഈ ഒരു സൈറ്റോപ്ലാസത്തിൽ നടക്കുന്ന റിയാക്ഷൻസ്, ലോകത്തെ എല്ലാ ഓർഗാനിസത്തിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് ഈ സൈറ്റോപ്ലാസത്തിൽ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോഴും അത് പാർഷ്യൽ ഓക്സിഡൈസ്ഡ് ആണ്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവിക് ആസിഡായി. ഞാൻ പറയുന്നു, ഇതൊരു എയറോബിക് റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പൈറുവിക് ആസിഡ് നേരെ മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിലേക്കാണ് പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഞാനിവിടെ മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാനൊരു മൈറ്റോകോൺഡ്രിയ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൈറ്റോകോൺഡ്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, പിന്നെ അടുത്തത് ഞാൻ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ആണ് വരയ്ക്കുന്നതെങ്കിൽ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ വരയ്ക്കുകയാണ്. ഇവിടെ കുറച്ച് ഇൻഫോൾഡിങ്സ് ക്രിസ്റ്റ ഉണ്ട് എന്നറിയാം. അതുകൂടാതെ ഒരു ഓക്സിസോംസ് എന്ന് പറയുന്ന ഒരു സാധനം, ഞാനിപ്പോൾ ഈ വരച്ചത് ഓക്സിസോം ആണെന്ന് വിചാരിക്കാം. നമ്മൾ പിന്നീട് പറയും ഓക്സിസോം. അവിടെയാണ് ATP ഉണ്ടാവുന്നത്. ഓക്സിസോമിനെ കുറിച്ച് നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ATP സിന്തേസ് നമ്മൾ ഫോട്ടോസിന്തേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. F0 F1 പാർട്ടിക്കിൾസ്. ഓക്കെ, ഞാനൊരു ഓക്സിസോം അവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നർ മെംബ്രെയിനിൽ അങ്ങനെ ക്രിസ്റ്റയുണ്ട്, ഓക്സിസോംസുകളുണ്ട്, ATP സിന്തേസുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന ഓക്സിസോമിലാണ് ATP ഫോം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഈ പറയുന്ന ഓക്സിസോമിൽ മാത്രമല്ല ATP ഇനി മൈറ്റോകോൺഡ്രിയയിൽ ഉണ്ടാവുക, മെട്രിക്സിലും ATP ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. ഓക്സിസോമിൽ ATP ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേര് വേറൊരു പേരാണ്. അല്ലാതെ ഉണ്ടാകുന്ന ATPകളൊക്കെ നമ്മളിവിടെ വിളിക്കുന്ന പേര് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ പറയാം. മൈറ്റോകോൺഡ്രിയയുടെ ഈ ഓക്സിസോമിൽ ഉണ്ടാകുന്ന ATP ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്നാണ് നമ്മൾ പറയാം. ഇപ്പൊ ഈ സൈറ്റോപ്ലാസത്തിൽ ATP ഉണ്ടായത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആയിട്ട് പറയാം. ഇനി മെട്രിക്സിൽ, മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സ് എന്താണെന്ന് അറിയാലോ? ഈ ഉൾഭാഗം. ആ ഉൾഭാഗത്ത് ATP ഉണ്ടാവുകയാണെങ്കിലും അതെന്താ പറയാ? സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ എന്നാണ് പറയാ. ഓക്കെ, ഇവിടെ സംഭവിക്കാൻ പോണത് എന്താ വെച്ചാൽ നമ്മുടെ മൈറ്റോകോൺഡ്രിയയിൽ ഓക്സിജൻ ഉണ്ട്. ഓക്കെ, ഓക്സിജൻ. അപ്പോൾ സംഭവിക്കാൻ പോണത് ഈ പൈറുവിക് ആസിഡ് നേരെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഈ മെട്രിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, മെട്രിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സത്യത്തിൽ 2 പൈറുവിക് ആസിഡ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു പൈറുവിക് ആസിഡിന്റെ കേസാണ് പറയുന്നത്. അങ്ങനെ ആ പൈറുവിക് ആസിഡ് മെട്രിക്സിൽ എത്തിയതിനു ശേഷം പൈറുവിക് ആസിഡിന് 3 കാർബൺ ആണ്, അല്ലേ? ഇവിടെ വെച്ച് പൈറുവിക് ആസിഡ് ഒരു
വീണ്ടും ഓക്സിഡേഷൻ നടക്കുകയും അതിൽ നിന്ന് CO2 പോവുകയും ചെയ്യും. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? അസറ്റൈൽ കോ എൻസൈം എ എന്ന് പറയുന്ന ഒരാളായിട്ട് മാറും. അസറ്റൈൽ കോയെ 2 കാർബണാണ്, അസറ്റൈൽ കോയക്ക് 2 കാർബൺ ആണ്. ഓക്കെ, ഇവിടെ വെച്ച് അയാൾ വീണ്ടും ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഈ പറയുന്ന റിയാക്ഷനാണ് ക്രബ് സൈക്കിൾ. ഞാൻ ഈ പറയുന്ന റിയാക്ഷൻ അസറ്റൈൽ കോയെ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ 4,2 സിട്രിക് ആസിഡ് ഉണ്ടാവുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ ഒരു സൈക്ലിക് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഈ സൈക്ലിക് പ്രോസസ്സ് നടക്കുന്നതോടുകൂടി അവിടെ ഓക്സിഡേഷൻ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോ ആയപ്പോൾ ഹൈഡ്രജൻ പോയിട്ടുണ്ട്. ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? NaDH2 അല്ലേ? NaDH2 ഉണ്ടാവും. ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ NaDH2 ഉണ്ടാവും. അതുപോലെ ഇവിടെയും NaDH2 ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, FADH2 ഉണ്ടാവുന്നുണ്ട്. ചില സമയത്ത് FADH2 ഉണ്ടാവും. കുറെ ചില സ്ഥലത്ത് വീണ്ടും NaDH2 ഉണ്ടാവും. NaDH2 ഉണ്ടായിരിക്കും. ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. ചില സ്ഥലങ്ങളിൽ NaDH2, FADH2, ചില സ്ഥലത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അങ്ങനെയുള്ള പ്രോസസ് CO2 റിലീസ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും, CO2 റിലീസ് ചെയ്യും. ഓക്കെ, CO2 റിലീസ് ചെയ്യും. ക്രബ് സൈക്കിളിലാണെങ്കിൽ 2 CO2 ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതവിടെ വെക്കട്ടെ. നേരിട്ട് ATP ഫോം ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നേരിട്ട് ATP ഫോം ചെയ്യും. ATP ഫോം ചെയ്യും. ക്രബ് സൈക്കിളിൽ ATP ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രബ് സൈക്കിൾ ഈ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയ ആയി മാറിയ റിയാക്ഷൻ ആണ് ലിങ്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് നടക്കുന്ന റിയാക്ഷൻസ് എല്ലാം ക്രബ് സൈക്കിളിൽ വിടുന്നതാണ്. ഈ മൈറ്റോകോൺഡ്രിയയിൽ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു, ഹൈഡ്രജന്റെ കൂടുതൽ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. അത് NaDH2 അതിലേക്ക് ട്രാപ്പ് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓക്സിഡേഷൻസ് ഇവിടെ മൈറ്റോകോൺഡ്രിയയിൽ തീരുകയാണ്. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇവിടെ ATP നേരിട്ടുണ്ടാവുന്നത് ഇങ്ങനെ ഇപ്പോൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി നേരിട്ട് ATP ഉണ്ടാവുന്നത് ഗ്ലൈക്കോലൈസിസിലോ ആണെങ്കിലും ഇനിയിപ്പോൾ മൈറ്റോകോൺഡ്രിയക്കുള്ളിലാണെങ്കിലും അത് വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് വേണ്ടത് ഒരു ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം എയറോബിക് റെസ്പിറേഷൻ ആണ് ഞാനിപ്പോൾ ഈ ഡീൽ ചെയ്തതെങ്കിൽ 38 ATP വേണം. അപ്പൊ എന്താ സംഭവം എന്ന് അറിയോ? ഇപ്പൊ നിങ്ങൾ നേരിട്ടുള്ള ATPയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. നമ്മൾ ഇങ്ങനെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഉണ്ടാവുന്ന ATPയുടെ എണ്ണം കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കണം? NaDH2 ഇവിടെ ഉണ്ടായ NaDH2കൾക്ക് ATP ആവണം, അല്ലെങ്കിൽ FADH2 ATP ആവണം. മനസ്സിലായോ? അവർ ATP ആവുന്ന സ്റ്റോറിയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം അഥവാ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. അതാണ് സംഭവിക്കുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. ഇവർ ATP ആയിട്ട് മാറുന്ന പ്രോസസ്സ് ഈ NaDH2 തന്റെ ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ഇന്നർ മെമ്പറയിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. NaDH2 അല്ലെങ്കിൽ FADH2 അവർ ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യും ഓക്സിജനിലേക്ക്. ആ സമയത്ത് ഓക്സിസോമില് ATP ഫോം ചെയ്യും. ഞാൻ പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. NaDH2 ഇലക്ട്രോൺസിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇന്നർ മെംബ്രെയിനിലൂടെ ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ സമയത്ത് ഓക്സിസോമില് അഥവാ ATP സിന്തീസിൽ ATP ഫോം ചെയ്യും. ഒരു NaDH2 3 ATPക്ക് സമാണ്, ഒരു FADH2 2 ATPക്ക് സമാണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. അങ്ങനെ നമ്മൾ മൊത്തം എത്ര NaDH2 ഉണ്ട് എന്ന് ലാസ്റ്റ് നമ്മൾ ഈ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവരൊക്കെ ATP ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് നമുക്ക് 38 ATP കിട്ടും ഈ ഒരു എയറോബിക് റെസ്പിറേഷൻ കഴിയുമ്പോൾ. ഇതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ വളരെ ലഘുവായിട്ട് പറഞ്ഞതാണ്. ഇനി ഇതിന്റെ എല്ലാം ഇലാബറേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ആദ്യം ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി, 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്. അപ്പോൾ ഓക്സിഡേഷൻ നടന്നു, കംപ്ലീറ്റ് അല്ല, ഇനിയും ഓക്സിഡേഷൻ നടക്കേണ്ടതുണ്ട്. അപ്പൊ പൈറുവിക് ആസിഡ് എവിടേക്ക് കയറും? മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിലേക്ക് കയറി അവിടെ ലിങ്ക് റിയാക്ഷൻ അസറ്റൈൽ കോയ ആയി മാറി. അവിടെയും ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്. വീണ്ടും അവിടെ ക്രബ് സൈക്കിൾ നടന്നു, അവിടെ സൈക്ലിക് ആയിട്ടുള്ള ക്രബ് സൈക്കിൾ പ്രോസസ്സ് നടന്നു. അവിടെയും ഓക്സിഡേഷൻ നടക്കുന്നു, നേരിട്ട് ATP ഉണ്ടാവുന്നു. ബട്ട് അങ്ങനെ ഉള്ള ATPയുടെ എണ്ണം വളരെ കുറവാണ്. പിന്നീടാണ് നമ്മൾ മനസ്സിലായത് ഉണ്ടായ NaDH2നും FADH2നും ഒരു റോൾ ഉണ്ട്. അവർ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യും ഓക്സിജനിലേക്ക്. ഇലക്ട്രോണിനെ ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഓക്സിസോമിൽ എങ്ങനെ ATP ഉണ്ടാവും അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഓരോ NaDH2 3 ATPക്ക് സമമാണ്. FADH2കൾ ഉണ്ടെങ്കിൽ അത് 2 ATPക്ക് സമമാണ്.
അപ്പൊ ഞാൻ ഇത്രയാണ് പറഞ്ഞു വന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഏകദേശം കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ചാപ്റ്റർ റെസ്പിറേഷൻ പ്ലാൻസ് ആണെങ്കിലും നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിൽ റെസ്പിറേഷൻ നടക്കുന്നത് തന്നെയാണ്, എനർജി ഉണ്ടാക്കുന്നതാണ്. പ്ലാന്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യും ഗ്രീൻ പാർട്ടിൽ നിന്ന്. എന്നിട്ട് ആ ഫുഡ് മെറ്റീരിയൽസ് അവർ ഫ്ലോയം വഴി എല്ലാ പാർട്ടിലേക്ക് അവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും അല്ലേ. എന്നിട്ട് നോൺ ഗ്രീൻ പാർട്ടായിട്ടുള്ള റൂട്ടിലേക്ക് പോലും ഫ്ലോയം വഴി ട്രാൻസ്പോർട്ട് ചെയ്ത് അവർ ഫുഡ് മെറ്റീരിയൽ ഗ്ലൂക്കോസ് ഒക്കെ അവിടെ എത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് അവിടുന്ന് എനർജി ഉണ്ടാക്കാം. നമ്മുടെ കേസിൽ നമ്മളത് കഴിക്കുന്നു, നമ്മൾ ബ്ലഡ് വഴി എല്ലാ സെല്ലിലേക്കും അത് എത്തുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ചാപ്റ്റർ റെസ്പിറേഷൻ പ്ലാനിലാണെങ്കിലും നമ്മളിവിടെ കോമൺ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു യൂക്കാരിയോട്ടിക് സെല്ലിൽ നടക്കുന്ന റെസ്പിറേഷനെ കുറിച്ചിട്ടാണ് അല്ലേ. നോക്കാം, എന്താണ് റെസ്പിറേഷന്റെ ഡെഫിനിഷൻ? സെല്ലുലാർ റെസ്പിറേഷന്റെ ഡെഫിനിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കാർബൺ കാർബൺ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നു. ഗ്ലൂക്കോസ് ആയിക്കോട്ടെ, ഫാറ്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ് വഴി അല്ലെ, ത്രൂ ഓക്സിഡേഷൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, എന്നിട്ട് അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജീനെ ATP ആക്കി എടുത്തു വെക്കുന്നു സെല്ലിന്റെ ഉള്ളിൽ. ദാറ്റ് ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, ഒരു കാര്യം ആലോചിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. കാരണം സിംഗിൾ സ്റ്റെപ്പ് ആയി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ റിലീസ് ചെയ്യുന്ന എനർജികളൊക്കെ ഒരുപാട് ഹീറ്റായിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ബ്രേക്ക് ഡൗൺ പ്ലാന്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് ആയിട്ടല്ല, സെവറൽ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ബ്രേക്ക് ഡൗൺ നടത്തുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിലീസ് ചെയ്യുന്ന എനർജിനെ ഫുള്ളായിട്ട് എന്താവരുത്, ഹീറ്റായിട്ട് പോവരുത് എന്നുള്ളതാണ്. എന്നാലും ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് സെല്ലുലാർ റെസ്പിറേഷനിൽ. പക്ഷെ ഫുൾ എനർജി, ഗ്ലൂക്കോസിലുള്ള എല്ലാ എനർജിയും എന്തായിട്ട് പോകുന്നില്ല, ഹീറ്റായിട്ട് പോകുന്നില്ല എന്നുള്ളത് ഓർത്തു വെക്കുക എല്ലാവരും. ഓക്കെ, ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാം. അതുകൊണ്ടാണ് റെസ്പിറേഷൻ ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ്, ഇറ്റ് ഇസ് എ സെവറൽ സ്റ്റെപ്സ് എന്ന് പറയാനുള്ള കാരണം. ഇനി ഏത് കോമ്പൗണ്ട് ആണോ റെസ്പിറേഷനിൽ ഓക്സിഡേഷന് വിധേയമാവുന്നത് അവരെ വിളിക്കുന്ന പേരാണ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റിന് അല്ലെങ്കിൽ സെല്ലിന്, ഏത് സെല്ലിനും ആയാലും ഏറ്റവും കൂടുതൽ നമ്മുടെ NCERT പറയുന്നത് ഇങ്ങനെയാണ്, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഫേവേർഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ്. എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രോട്ടീൻ, ഫാറ്റ്, ഈവൻ ഓർഗാനിക് ആസിഡ്സ് പോലും റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം റെസ്പിറേഷൻ 2 ടൈപ്പാണ്, എയറോബിക്കും അനഎയറോബിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് പൈറുവിക് ആസിഡായി ഒരു ഓക്സിജൻ ഉണ്ടെങ്കിൽ പൈറുവിക് ആസിഡ് മൈറ്റോകോൺട്രിയയ്ക്കുള്ളിൽ കയറി ഫർദർ ഓക്സിഡേഷൻ വീണ്ടും നടത്തും. എന്നാൽ അനേറോബിക് ആണെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷൻ സൈറ്റോപ്ലാസത്തിൽ നിർത്തി അത് പിന്നീട് വേറൊരു കോമ്പൗണ്ടായി മാറുകയാണ് ചെയ്യുക, പൈറുവിക് ആസിഡ്. ഞാൻ പറയാം, ആൽക്കഹോൾ അല്ലേ, ഈസ്റ്റിലാണെങ്കിൽ ആൽക്കഹോൾ ആയിട്ട് മാറും, നമ്മുടെ മസിൽ സെല്ലിലാണെങ്കിൽ അത് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറും എന്നുള്ളതാണ് സത്യം. ഓക്കെ, അതാണ് അനേറോബിക് റെസ്പിറേഷൻ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ നേരത്തെ നിങ്ങൾ അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ആ കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതിൽ ഫസ്റ്റ് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പൈറുവിക് ആസിഡായി ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോലൈസിസ്. കണ്ട, ഗ്ലൈക്കോലൈസിസ്. പിന്നെ അടുത്ത റിയാക്ഷൻ ഈ പൈറുവിക് ആസിഡ് അസറ്റൈൽ കോയായി അത് ലിങ്ക് റിയാക്ഷൻ. പിന്നെ നടക്കുന്നത് ക്രബ് സൈക്കിൾ അല്ലെ, മൂന്നാമത്തെ സ്റ്റെപ്പ് ക്രബ് സൈക്കിൾ. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നാലാമത്തെ സ്റ്റെപ്പ് ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യുക, NADH2 ATP ആവാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. എന്നിട്ട് ATP ഉണ്ടാവുന്നു, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. ഇതാണ് എയറോബിക് റെസ്പിറേഷൻ. അപ്പോൾ മക്കളെ, നമ്മൾ ഇവിടെ റെസ്പിറേഷൻസിലെ ആദ്യ സ്റ്റെപ്പായിട്ടുള്ള ഗ്ലൈക്കോലൈസിസ് ആണ് പറയാൻ പോകുന്നത്. പ്ലാന്റിന് സൂക്രോസിൽ നിന്നും ഗ്ലൂക്കോസിനെ ഡിറൈവ് ചെയ്യാം. സൂക്രോസിൽ നിന്ന് ഇൻവെർട്ടീസ് എൻസൈമിന്റെ പ്രസൻസിൽ അവിടെ ഗ്ലൂക്കോസും ഫ്രക്ടോസ് ആയിട്ട് മാറും. രണ്ടുപേർക്കും ഗ്ലൈക്കോലൈസിസിലേക്ക് വരാം എന്ന് NCERT പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന ഗ്ലൈക്കോലൈസിസ് കണ്ടെത്തിയത് 3 സയന്റിസ്റ്റുകളാണ്. ആ 3 സയന്റിസ്റ്റുകളുടെ പേരുകൾ വെച്ച് തന്നെ ഇതിനെ EMP പാത്വേ എന്നുള്ള ഒരു പേരും കൂടി അറിയപ്പെടുന്നു. ലോകത്ത് ഏത് സെല്ലിലും നടക്കുന്ന, ലിവിങ് ഓർഗാനിസത്തിൽ നടക്കുന്ന ഒരു റിയാക്ഷനാണ് ഗ്ലൈക്കോലൈസിസ്. നോക്കാം നമുക്ക്. ആദ്യം ഇവിടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി മാറും. ATP യൂസ് ചെയ്യും. കാരണം ATP യൂസ് ചെയ്തിട്ടാണ് ATPയുടെ ഒരു ഫോസ്ഫറസ് ഗ്ലൂക്കോസിന്റെ മേലെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യും. അങ്ങനെ ഗ്ലൂക്കോസ് ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയി. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് പിന്നീട് ഐസോമറായി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് പിന്നീട് ഫ്രക്ടോസ് 1,6 ബീസ് ഫോസ്ഫേറ്റ് ആയി. അതെങ്ങനെ ഫ്രക്ടോസ് 1,6 ബീസ് ഫോസ്ഫേറ്റ് ആയത്? കാരണം വീണ്ടും ഒരു ATP യൂസ് ചെയ്തു.
ഒരു ഫോസ്ഫറസ് ആ ATPന്റെ ഫോസ്ഫറസ് നേരെ ഈ പറയുന്ന ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിന്റെ മേലേക്കാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയി. അങ്ങനെ ഇവിടെ നിലവിൽ 2 ATP ആണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം ATP ഉണ്ടാക്കാൻ പോവുകയാണ്, പക്ഷെ അതിനു മുന്നേ ഇവിടെ ATP യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് 2 ATP ഇപ്പൊ യൂസ് ചെയ്തു. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്, ആ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഡിവൈഡ് ചെയ്ത് 3 ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ് ആയി മാറി. 3 ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ്, ഇത് 3 ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ് എന്നാണ് പറയാം. 3 ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ്, ഇത് GLAP 3 ഫോസ്ഫോ ഗ്ലിസറാൾഡിഹൈഡ് 3PGL. അത് മാത്രമല്ല 3PGL മാത്രമല്ല ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആയി മാറി. ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് DHAP ഈസ് ഈക്വലന്റ് ടു 3PGL. അപ്പൊ അതിന്റെ അർത്ഥം 2 3PGL ഉണ്ടായി എന്നാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, 2 3PGL ഉണ്ടായി. അപ്പൊ ഞാൻ ഒരു 3PGLന്റെ കേസ് പറയാം, അത് 2 വട്ടം നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ 3PGL 13BPG ആയി, 13 ബിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അതിന് കാരണം 3PGLന്റെ മേലേക്ക് ഒരു ഫോസ്ഫറസ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവിടെ ഓക്സിഡേഷൻ നടന്നു, 3PGLന് ഓക്സിഡേഷൻ നടന്നു. ഇവിടെ GLAP എന്ന് എഴുതിയ ആളാണ് 3PGL എന്ന് ഞാൻ പറയുന്നത്. 3PGLന് ഓക്സിഡേഷൻ നടക്കുന്ന 2 ഹൈഡ്രജൻ റിലീസ് ചെയ്തു. ആ ഹൈഡ്രജൻ റിഡോക്സ് ഇക്വാലന്റ് റിമൂവ്ഡ് ഇൻ ദ ഫോം ഓഫ് 2 ഹൈഡ്രജൻ ആറ്റം. NCERT പറയുന്നുണ്ട് ആ 3PGAL നിന്ന് 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് NAD+ ആഡ് ചെയ്ത് NAD എന്തായി മാറി? NADH2 ആയി. ഇവിടെ 2 NADH2 കാണിക്കാൻ കാരണം 2 വട്ടം നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, 13BPGA, അവിടെ ഒരു ഫോസ്ഫറസ് ആഡ് ചെയ്തത് കൊണ്ട് അത് 13BPGA ആയി മാറി. അവിടെ ഒരു ഫോസ്ഫറസ് എക്സ്ട്രാ ഉണ്ട്, ആ ഫോസ്ഫറസ് നേരെ ADPയിലേക്ക് പോയി, അത് ATP ആയിട്ട് മാറി. 13BPGA 3PGA ആയിട്ട് മാറി. ഇനി ഇവിടെ 2 ATP കാണിക്കാൻ കാരണം 2 വട്ടം നടക്കുന്നത് കൊണ്ട് 3PGA 2PGA ആയി. മൂന്നാമത്തെ പൊസിഷൻ 2ാമത്തെ പൊസിഷനിലേക്ക് ഫോസ്ഫറസ് വന്ന് 2PGA പിന്നീട് എന്തായി? PP ആയി മാറി, ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. PPയിൽ ഒരു ഫോസ്ഫറസ് ഉണ്ട്, ആ ഫോസ്ഫറസ് ADPക്ക് പോയി, അത് ATP ആയിട്ട് മാറി. അങ്ങനെ 2 ATP ഉണ്ടാവും, കാരണം 2 വട്ടം നടക്കുന്നത് കൊണ്ട്. ഇവിടെ ശരിക്കും 2 പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. ശരിക്കും ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ എന്ത് ചെയ്യണം? × 2 എന്ന് കൊടുക്കണം അല്ലേ? ശരിക്കും × 2, എല്ലാം × 2, ഇത് × 2 അല്ലേ? ഇവിടെ 2 ATP പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. 2 ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് അല്ലേ, 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് അല്ലേ, 213BPGA അങ്ങനെ കൊടുക്കണമായിരുന്നു. ഓക്കെ, മറ്റേതിനെ 2 ATP ഞാൻ ആക്കണ്ടട്ടാ, × 2 ചെയ്യേണ്ട. അത് 2 ATP ഉണ്ട് എന്നുള്ളത് അവിടെ അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഗ്ലൂക്കോസ് പാർഷ്യലി ഓക്സിഡൈസ് ചെയ്ത് ഒരു ചെയിൻ ഓഫ് 10 റിയാക്ഷൻസിൽ ഇവിടെ 2 പൈറുവേറ്റ് ആയിട്ട് മാറി സൈറ്റോപ്ലാസത്തിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എയറോബിക്കില് ആദ്യത്തെ പ്രൊസീജിയർ ആയിട്ടുള്ള ഗ്ലൈക്കോലൈസിസ് കഴിഞ്ഞു. മനസ്സിലായോ? ഇനി ഈ ഗ്ലൈക്കോലൈസിസിൽ നടന്നതിന് ശേഷം ലിങ്ക് റിയാക്ഷൻ ആണ് നടക്കാൻ പോണത്. അപ്പോൾ ഈ ഗ്ലൈക്കോലൈസിസിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. മക്കളെ, ഗ്ലൈക്കോലൈസിസ് നടക്കുന്ന സ്ഥലം എവിടെയാണ്? സൈറ്റോപ്ലാസത്തിൽ അല്ലേ, സൈറ്റോസോളില്. അപ്പൊ ആദ്യം അതിന്റെ എന്താ പറയാ, അത് നടക്കുന്ന സ്ഥലം എവിടെയാന്നുള്ളതാണ്. ഇറ്റ് ഈസ് ടേക്സ് പ്ലേസ് ഇൻ ഓൾ ലിവിങ് ഓർഗാനിസം അല്ലേ? അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓൾ ലിവിങ് ഓർഗാനിസത്തിൽ ഇത് നടക്കുന്നുണ്ട്. അത് എവിടെ നടക്കുന്നത്? സൈറ്റോസോളിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത് അല്ലേ? ഈസ് ഇറ്റ് പാർഷ്യൽ ഓക്സിഡേഷൻ? യെസ്, ഇറ്റ് ഈസ് എ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. അതിലെന്താ സംശയം? പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് അല്ലേ? പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഇതിന്റെ കീ പ്രൊഡക്റ്റ് ആരാ? ഇതിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആരാ? ഗ്ലൈക്കോലൈസിന്റെ കീ പ്രൊഡക്റ്റ് ആരാ? പൈറുവിക് ആസിഡ്. പൈറുവിക് ആസിഡിന് 3 കാർബൺ ആണ് അല്ലെ? പൈറുവേറ്റ്. എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? അത് പൈറുവേറ്റ് 2 ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇനി എത്ര ATP യൂട്ടിലൈസ്ഡ് ആണ്? 2 ATP ഇനീഷ്യലി യൂട്ടിലൈസ്ഡ് ആണ്, 4 ATP ഫോംഡ് ആണ് അല്ലേ? 4 ATP ഫോം ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 4 ATP ഫോം ചെയ്തിട്ടുണ്ട്. 2 ATP അവിടെ, 2 ATP ഇവിടെ അല്ലേ? അതായത് ടോട്ടൽ 4 ATP ഫോം ചെയ്തിട്ടുണ്ട്, 2 ATP യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ATP യൂട്ടിലൈസ്ഡ്, 4 ATP ഫോംഡ്. അപ്പൊ നമുക്ക് നെറ്റ് ഗെയിൻ ATP എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയാ? നെറ്റ് ഗെയിൻ ATP എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നെറ്റ് ഗെയിൻ ATP എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ATP. ഇതാണ് ഗ്ലൈക്കോലൈസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നെറ്റ് ഗെയിൻ ATP ഡ്യൂറിങ് ഗ്ലൈക്കോലൈസിസ് ഈക്വൽ ടു 2 ATP. അപ്പൊ നിങ്ങൾ ചോദിക്കും NADH2 ATP ആക്കണ്ടേന്ന്. ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുമ്പോൾ അത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും ഉണ്ടാവും. അനേറോബിക്കിലുണ്ടാവും, എയറോബിക്കിലുണ്ടാവും.
അപ്പോൾ എയറോബിക്കിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇവിടെയുള്ള ഈ NADH2 എന്താക്കാൻ പാടുള്ളൂ, ATP ആക്കാൻ പാടുള്ളൂ. 2 × 3 എഴുതിയിട്ട് 6+2 8 ഗ്ലൈക്കോലൈസിസ്, നെറ്റ് ഗെയിൻ ATP ഇൻ ഗ്ലൈക്കോലൈസിസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ മാത്രമേ അവിടെ നിങ്ങൾ 8 ആക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ നെറ്റ് ഗെയിൻ ATP ഡ്യൂറിങ് ഗ്ലൈക്കോലൈസിസ് എന്ന് ചോദിച്ചാൽ അത് 2 ATP ആണ്. അതാണ് ജനറലൈസ് ചെയ്ത് നല്ലൊരു ആൻസർ. അത് എയറോബിക് ആണെങ്കിൽ അവിടുത്തെ NADH2 മൈറ്റോകോൺഡ്രിയയിലേക്ക് പോയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫറിലേക്ക് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ വിധേയമാവാം. അങ്ങനെയാണെങ്കിൽ എയറോബിക്കിൽ അത് 8 ATP എന്ന് പറയേണ്ടി വരും. സോ നമ്മളിവിടെ പറഞ്ഞ ഈ ഗ്ലൈക്കോലൈസിസ് EMP പാത്വേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്കാണ് പോകാൻ പോകുന്നത്. പിന്നെ ഇവിടെയുള്ള എൻസൈമിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആകെ ഒരു എൻസൈമേ പറയുള്ളൂ, ബാക്കി എൻസൈം പഠിക്കണം നിർബന്ധമൊന്നുമില്ല. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഹെക്സോകൈനേസ് എൻസൈം ഇത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ATP എവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, എവിടെയൊക്കെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ATP ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സബ്സ്ട്രേറ്റിൽ നിന്ന് ഫോസ്ഫറസ് ആഡ് ചെയ്തിട്ടുണ്ടായതാണ് ATPകൾ. അങ്ങനെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ഇത് കാണാതെ പഠിക്കുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. ഓക്സിഡേഷൻ എവിടെ നടക്കുന്നു, 3PGL 2 ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്നു അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. ഗ്ലൈക്കോലൈസിസ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലിങ്ക് റിയാക്ഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലിങ്ക് റിയാക്ഷൻ സൈറ്റോപ്ലാസത്തിൽ നിന്ന് മൈറ്റോകോൺഡ്രിയയിലേക്ക് പൈറുവിക് ആസിഡ് എത്തുകയും മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിൽ വെച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിൽ വെച്ച് ലിങ്ക് റിയാക്ഷൻ നടക്കുന്നു എന്ന് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വെച്ച് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോ എൻസൈം എ, അസറ്റൈൽ കോ എ ആയി മാറുന്ന റിയാക്ഷൻ ആണ് ഇത് ലിങ്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷെ അവിടെ എന്താണ് ശരിക്കും നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, സൈറ്റോപ്ലാസത്തിൽ 2 പൈറുവിക് ആസിഡ് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പൈറുവിക് ആസിഡ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു പൈറുവിക് ആസിഡ് കോഎൻസൈം എയുമായിട്ട് റിയാക്ട് ചെയ്ത് NAD+ഉമായിട്ട് റിയാക്ട് ചെയ്തു. അങ്ങനെ പൈറുവിക് ആസിഡിൽ നിന്നുള്ള ഹൈഡ്രജൻ NAD+ലേക്ക് പോയി. അങ്ങനെ ഹൈഡ്രജൻ പോകുമ്പോഴാണ് പൈറുവിക് ആസിഡ് ഓക്സിഡേഷൻ നടക്കുക. അങ്ങനെ ഓക്സിഡേഷൻ നടന്ന് ഇവിടെ NADH2, നമ്മൾ ശരിക്കും ഇങ്ങനെയാണ് എഴുതുക, NADH+H+ എന്നാണ് എഴുതുക. അതവിടെ കട്ടെ, പൈറുവിക് ആസിഡ് എൻ്റെ H+ NAD+ലേക്ക് പോവുകയും അങ്ങനെ NADH2 അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് പൈറുവിക് ആസിഡ് ഓക്സിഡേഷൻ നടന്നു, ഫർദർ ഓക്സിഡേഷൻ. കാർബൺ ഡൈ ഓക്സൈഡ്, പൈറുവിക് ആസിഡ് 3 കാർബൺ ആണ്, അതിന് CO2 റിലീസ് ചെയ്ത് അങ്ങനെ അസറ്റൈൽ കോയക്ക് 2 കാർബൺ ആണ്. മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത എൻസൈമാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് Mg2+ പ്രസൻസിൽ. ഓക്കെ, ഇതാണ് എൻസൈം പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ്. അപ്പൊ പൈറുവിക് ആസിഡിന് ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈറുവിക് ആസിഡിന് ഓക്സിഡേഷൻ സംഭവിച്ചു, പൈറുവിക് ആസിഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തു. സോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പൈറുവിക് ആസിഡ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, ഇത് ചോദ്യം വരാറുണ്ട്. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, ഇവിടെ H+ റിലീസ് ചെയ്യുന്നതാണ് ഓക്സിഡേഷൻ, അതറിയാലോ. ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, അതാണ് ഇവിടെ പൈറുവിക് ആസിഡിന് സംഭവിച്ചിട്ടുള്ളത്. അത് മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിൽ വെച്ചിട്ടാണ് ഈ റിയാക്ഷൻ നടന്നിട്ടുള്ളത്. സോ ഇനി ഇത് ക്രബ് സൈക്കിളിലേക്ക് ഈ അസറ്റൈൽ കോയ റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. ക്രബ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇനി ക്രബ് സൈക്കിൾ പറയാൻ പോവുകയാണ്. ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം, ലിങ്ക് റിയാക്ഷൻ 2 തവണ നടക്കുന്നുണ്ട്. 2 പൈറുവിക് ആസിഡ് ഉണ്ട് ഇവിടെ എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. അറിയോ? ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രൈകാർബോക്സിലിക് ആസിഡ് ലിങ്ക് റിയാക്ഷന് ശേഷം നടക്കുന്ന ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അഥവാ സിട്രിക് ആസിഡ് സൈക്കിൾ അഥവാ ക്രബ് സൈക്കിൾ, ഈ പറയുന്നത് മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്കറിയാം, പൈറുവിക് ആസിഡ് ഇപ്പോൾ അസറ്റൈൽ കോയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ പൈറുവിക് ആസിഡ്, അത് അസറ്റൈൽ കോയ ആയിട്ട് മാറിയിട്ടുണ്ട്. 2 കാർബണുള്ള അസറ്റൈൽ കോ എൻസൈം എ ആയിട്ടുണ്ട്, 2 കാർബൺ അല്ലേ. ഈ സമയത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ സമയത്ത് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്. പൈറുവിക് ആസിഡ് ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ NADH2 ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് ഇവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. CO2 റിലീസ്ഡ് ആണ്, ഇതിൽ നിന്ന് CO2 റിലീസ്ഡ് ആണ്. അപ്പൊ ലിങ്ക് റിയാക്ഷൻസിന്റെ ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ക്രബ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഈ അസറ്റൈൽ കോയെ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു.
ഓക്കെ, 4 കാർബണുള്ള ഓക്സാൽ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ദിസ് റിയാക്ഷൻ ഈസ് എ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് NCERT പറയുന്നുണ്ട്. അസറ്റൈൽ ഗ്രൂപ്പ് കണ്ടൻസ് വിത്ത് ഓക്സാൽ അസറ്റിക് ആസിഡ്. എന്നിട്ട് സിട്രേറ്റ് സിന്തേസ് ആണ് എൻസൈമിന്റെ പേര്. അതിന്റെ സഹായത്തോടു കൂടി സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. സിട്രിക് ആസിഡിന് എത്ര കാർബൺ ആണ്? 6 കാർബൺ സിട്രിക് ആസിഡ്. പിന്നീട് അത് ഐസോസിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമ്പൗണ്ടും കൂടി ഉണ്ട്, പക്ഷെ അത് നമുക്ക് വേണ്ട. സിട്രിക് ആസിഡ് ബിക്കം ഐസോസിട്രിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഐസോസിട്രിക് ആസിഡ്, അതിന് 6 കാർബൺ. ഈ ഐസോസിട്രിക് ആസിഡിന് ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യും? NADH2 ഫോം ചെയ്യുന്നു, അല്ലെ? അപ്പോൾ ഐസോസിട്രിക് ആസിഡിന് ഇവിടെ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു, അല്ലെ? അങ്ങനെ ഐസോസിട്രിക് ആസിഡ് ബിക്കം ഓക്സാലോസക്സിനിക് ആസിഡ്. ഓക്സാലോസക്സിനിക് ആസിഡിന് എത്ര കാർബൺ ആണ്? ഓക്സാലോസക്സിനിക് ആസിഡിന് 6 കാർബൺ തന്നെയാണ്. ഓക്കെ, ഓക്സാലോസക്സിനിക് ആസിഡിന് 6 കാർബൺ തന്നെയാണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഓക്സാലോസക്സിനിക് ആസിഡിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യട്ടെ. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ ഡീകാർബോസിലേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ 5 കാർബൺ ഉള്ള ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ഫോം ചെയ്യും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന്റെ കാർബൺ നമ്പർ എത്രയാണ്? 5 കാർബൺ ആണ്. കാരണം അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോയി. ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് ഇനി എന്ത് സംഭവിക്കും? ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ബിക്കം സക്സിനൈൽ കോയെ. അങ്ങനെ സക്സിനൈൽ കോയ ആവുന്ന സമയത്ത് ഈ 5 കാർബണിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ പ്രൊഡക്റ്റ് ഏതാ കിട്ടുക? NADH2 കിട്ടും. ഹൈഡ്രജൻ പോയിട്ട് NAD+ന്റെ മേലെ ആഡ് ചെയ്തിട്ട് NADH2 കിട്ടും. സക്സിനൈൽ കോയ ആയിട്ട് മാറി. ഓക്കെ, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് ഡീകാർബോസിലേഷനും ഓക്സിഡേഷനും നടന്നിട്ടുണ്ട്. സക്സിനൈൽ കോയുടെ കാർബൺ നമ്പർ എത്രയാണ്? 4 കാർബൺ ആണ്. സക്സിനൈൽ കോയുടെ 4 കാർബൺ ആണ്. ഓക്കെ, അസറ്റൈൽ കോയ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു, സിട്രിക് ആസിഡ് ഫോം ചെയ്തു. സിട്രേറ്റ് സിന്തേസ് എൻസൈമിന്റെ പ്രസൻസിൽ. അപ്പോൾ ഇവിടെ ഈ കോഎൻസൈം എ റിലീസ് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട് എന്ന് NCERT പറയുന്നുണ്ട്. കോഎൻസൈം എ റിമൂവ് ചെയ്യുന്നുണ്ട് എന്ന് NCERT പറയുന്നുണ്ട്. അതവിടെ കട്ടെ. സിട്രിക് ആസിഡ് ഐസോസിട്രിക് ആസിഡായി മാറിയ ഓക്സാലോസക്സിനിക് ആസിഡ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോയ ആയിട്ട് മാറി. ഈ സക്സിനൈൽ കോയക്ക് ഇനി എന്ത് സംഭവിക്കും? ഈ സക്സിനൈൽ കോയ ബിക്കം സക്സിനിക് ആസിഡ്. ഈ സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. സക്സിനിക് ആസിഡായി മാറി. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്സിനിക് ആസിഡിന് 4 കാർബൺ തന്നെയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സക്സിനൈൽ കോയെന്ന് ഒരു ഫോസ്ഫറസ് റിലീസ് ചെയ്യും. ഒരു ഫോസ്ഫറസ്, ആ ഫോസ്ഫറസ് ഇനോർഗാനിക് ഫോസ്ഫറസ് റിലീസ് ചെയ്തിട്ട് അത് GDP എന്ന് പറയുന്നതിന്റെ മേലെ പോയി തട്ടി അത് GTP ആയിട്ട് മാറും. ഈ GTP പിന്നീട് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, GTP പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് GDPയും ഫോസ്ഫറസും ആയിട്ട് മാറും. എന്നിട്ട് ആ ഫോസ്ഫറസ് നേരെ ADPയുടെ മേലേക്ക് പോകും. അതെന്താ ഇങ്ങനെയൊക്കെ അല്ലേ? ATP അത് ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്തായാലും ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. GTP ഫോം ചെയ്ത് പിന്നെ GTP GDPയും ഫോസ്ഫറസ് ആയി ആ ഫോസ്ഫറസ് ADPക്ക് പോയി ADP പിന്നീട് ATP ആയിട്ട് മാറി. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ നടന്ന റിയാക്ഷൻ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ. അങ്ങനെ ഒരു ATP ഉണ്ടായി, ഒരു GTP ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ATP ഉണ്ടായി. അങ്ങനെ സക്സിനിക് ആസിഡ് പിന്നീട് എന്തായി മാറും? ഫുമാരിക് ആസിഡായി മാറും. ഈ ഫുമാരിക് ആസിഡായിട്ട് മാറുന്ന സമയത്ത് സക്സിനിക് ആസിഡ് ഫുമാരിക് ആസിഡായി മാറുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സക്സിനിക് ആസിഡ് ഫുമാരിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത് ഒരു ഓക്സിഡേഷൻ നടക്കും. ആ ഓക്സിഡേഷന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്നത് FADH2 ആണ്. NAD ഉണ്ടായ അതേപോലെ തന്നെ FADH2 ഫോം ചെയ്യും ഫുമാരിക് ആസിഡ്. പിന്നീട് ഫുമാരിക് ആസിഡ് എന്തായിട്ട് മാറും? ഫുമാരിക് ആസിഡ് മാലിക് ആസിഡ് ആയിട്ട് മാറും. മാലിക് ആസിഡ് 4 കാർബൺ ആണ് ഇവർക്കൊക്കെ. ഫുമാരിക് ആസിഡിന് 4 കാർബൺ, മാലിക് ആസിഡിന് 4 കാർബൺ. ഓക്കെ, മാലിക് ആസിഡിന് ഈ മാലിക് ആസിഡ് പിന്നീട് ഓക്സിഡേഷൻ നടന്ന് ആരായിട്ട് മാറും? ഓക്സാലോഅസറ്റിക് ആസിഡ് ആയിട്ട് തന്നെ മാറും. അവിടെ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്തായാലും എന്ത് കിട്ടണം? NADH2 കിട്ടണം, അല്ലേ? NADH2 കിട്ടണം. അപ്പൊ ക്രബ് സൈക്കിളിൽ എത്ര NADH2 കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കി. ക്രബ് സൈക്കിളിൽ 1, 2, 3 ഒരു FADH2. മറ്റേത് ലിങ്ക് റിയാക്ഷൻ ആണ്, അത് കൂട്ടല്ലേ. ക്രബ് സൈക്കിളിന്റെ കേസ് പറയുകയാണെങ്കിൽ അസറ്റ് അവിടുന്ന് ഈ ഒരു സൈക്കിൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഓക്സാലോ അസറ്റിക് ആസിഡ് അസറ്റിൽ കോയുമായിട്ട് ആദ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാട്ടറും കൂടി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, H2O ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സിട്രേറ്റ് സിന്തേസ് എൻസൈമിന്റെ പ്രസൻസിലാണ് ആദ്യത്തെ റിയാക്ഷൻ കണ്ടൻസേഷൻ നടക്കുന്നത്. ഒന്നും കൂടി പറയാം. അസറ്റൈൽ കോയെ ഓക്സാലോ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു, കണ്ടൻസേഷൻ റിയാക്ഷൻ, സിട്രിക് ആസിഡ് ഫോം ചെയ്തു, ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് കോഎൻസൈം എ റിലീസായി,
സിട്രിക് ആസിഡ് ബിക്കം പിന്നെ എന്തായി മാറി ഐസോസിട്രിക് ആസിഡായി മാറി. ഐസോസിട്രിക് ആസിഡിന് ഓക്സിഡേഷൻ നടന്ന് ഹൈഡ്രജൻ റിലീസ് ചെയ്ത് ഓക്സലോസക്സിലിക് ആസിഡായി മാറി. അവിടെ ഹൈഡ്രജൻ പോയത് NAD+ അടുത്തേക്കാണ്. അപ്പോൾ NADH2 ഫോം ചെയ്തു. ഓക്സാലോസക്സിലിക് ആസിഡിന് എന്ത് സംഭവിച്ചു? ഡീകാർബോസിലേഷൻ സംഭവിച്ചു. ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡായി മാറി. ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡിന് ഓക്സിഡേഷൻ സംഭവിച്ചു, ഡീകാർബോസിലേഷൻ സംഭവിച്ചു, സക്സിനൈൽ കോയായി മാറി. സക്സിനൈൽ കോയ പിന്നീട് എന്തായിട്ട് മാറി? സക്സിനിക് ആസിഡായിട്ട് മാറി. അവിടെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ് നടക്കുന്നത്. കാരണം ഫോസ്ഫറസ് നേരെ റിലീസ് ചെയ്തിട്ട് GTP ആയി. GTP പിന്നീട് ATPയിലേക്ക് GTP ബ്രേക്ക് ഡൗൺ ചെയ്ത് GDP+ ഫോസ്ഫറസ് ആയി. ഫോസ്ഫറസ് ADPന്റെ മേലേക്ക് ആഡ് ചെയ്ത് ATP ഉണ്ടായി. സക്സിനിക് ആസിഡിന് ഓക്സിഡേഷൻ നടന്ന് അവിടെ FADH2 ഉണ്ടായി, ഫുമാരിക് ആസിഡായി. ഫുമാരിക് ആസിഡിന് മാലിക് ആസിഡായി. ഈ സമയത്ത് ഒരു വാട്ടർ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വാട്ടർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഫുമാരിക് ആസിഡ് മാലിക് ആസിഡായി. മാലിക് ആസിഡ് ഓക്സലോഅസെറ്റിക് ആസിഡായിട്ട് മാറി. ഇതാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ സക്സിനിക് ആസിഡ് ഫുമാരിക് ആസിഡ് ആയിട്ട് മാറുന്ന ആ എൻസൈമിന്റെ പേരാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. ഇവിടെയുള്ള എൻസൈമിന്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം എന്നാണ്. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം എന്നാണ് നമ്മൾ പറയുക. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം. യഥാർത്ഥത്തിൽ ആ എൻസൈം നിൽക്കുന്നത് മെട്രിക്സിലല്ല, അത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയയിലാണ്. എന്നാലും ഇവിടുത്തെ റിയാക്ഷനാണ് അത് കാറ്റലൈസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ക്രബ് സൈക്കിൾ ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഫസ്റ്റത്തെ എൻസൈമിന്റെ പേര് സിട്രേറ്റ് സിന്തേസ് ആണ്. അധികം ക്രബ് സൈക്കിളിലെ എൻസൈംസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലാണ്, ഈ ഒരു എൻസൈം ഒഴിച്ച്. അത് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺട്രിയയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ക്രബ് സൈക്കിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. മക്കളെ, നമുക്ക് TCA സൈക്കിളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്, ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് റിയാക്ഷൻ ഏതാണ്? ഫസ്റ്റ് റിയാക്ഷൻ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് അല്ലെ? ഫസ്റ്റ് റിയാക്ഷൻ കണ്ടൻസേഷൻ ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ് ആണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആരാ? ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സാലോ അസറ്റിക് ആസിഡ് ആണോ? അല്ല. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതിന്റെ കാർബൺ നമ്പർ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സിട്രിക് ആസിഡ്. ഇനി ഇതിൽ ആദ്യത്തെ മെമ്പർ ആരാ? ഇതിലെ ഫസ്റ്റ് മെമ്പർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സാലോഅസെറ്റിക് ആസിഡ് ആണ്. ഫസ്റ്റ് മെമ്പർ ഓഫ് ദി സൈക്കിൾ ഈസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സാലോഅസെറ്റിക് ആസിഡ് ആണ്. ഇനി എത്ര ഡീകാർബോസിലേഷൻ നടക്കുന്നുണ്ട് ഒരു ടേൺ ഓഫ് ക്രബ് സൈക്കിളിൽ? ഒരു ടേൺ ശരിക്കും ക്രബ് സൈക്കിൾ 2 വട്ടം നടക്കും, കാരണം പൈറുവിക് ആസിഡ് 2 ഉണ്ടല്ലോ. ഒരു ടേൺ ഓഫ് ക്രബ് സൈക്കിളിൽ 2 ഡീകാർബോസിലേഷൻ നടക്കുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, എവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കുന്നത്? അത് ചോദ്യമുണ്ട്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കുന്ന സ്ഥലം എവിടെയാണ്? സബ്സ്ട്രേറ്റ് ലെവൽ, അത് പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ നടക്കുന്ന സ്ഥലം സക്സിനൈൽ കോയെ സക്സിനിക് ആസിഡ് ആവുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്രബ് സൈക്കിൾ അത്യാവശ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അത് മാത്രമല്ല, ഈ ഒരു ക്രബ് സൈക്കിളിൽ ലിങ്ക് റിയാക്ഷൻ അടക്കം മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിൽ അതിനൊരു ഓവറോൾ റിയാക്ഷൻസ് ഉണ്ട്. ആ ഓവറോൾ റിയാക്ഷൻസ് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ലിങ്ക് റിയാക്ഷനും ക്രബ് സൈക്കിളും കൂടി ചേർത്തുള്ളതാണ്, അല്ലാതെ ഇത് ക്രബ് സൈക്കിളിന്റെ ഇക്വേഷൻ അല്ല. ഒരു പൈറുവിക് ആസിഡ് ലിങ്ക് റിയാക്ഷനും പിന്നെ ക്രബ് സൈക്കിൾ, അതുമായി ബന്ധപ്പെട്ട ക്രബ് സൈക്കിൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ആ റിയാക്ഷൻസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരു പൈറുവിക് ആസിഡ് അവിടെ യൂസ് ചെയ്യുമ്പോൾ എത്ര NADH2 കിട്ടിയിട്ടുണ്ട്? ഒരു ലിങ്ക് റിയാക്ഷൻ നടക്കട്ടെ, ഞാൻ പറഞ്ഞത് 1, 2, 3, 4 NADH2. 4 NADH2 കിട്ടണമെങ്കിൽ 4 NAD+ വേണം. എത്ര FADH2 കിട്ടുന്നുണ്ട്? ഒരു FADH2 ഒരു പൈറുവിക് ആസിഡിന്, അപ്പോൾ ഒരു FAD+ വേണം. എത്ര ATP ഉണ്ടാവുന്നുണ്ട്? ഒരു ATP, അപ്പോൾ ഒരു ADP വേണം, ഒരു ഫോസ്ഫറസും വേണം. പിന്നെ എത്ര വാട്ടർ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? 2 വാട്ടർ ആണ് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്ക്, ഒരു പൈറുവിക് ആസിഡ്, 4 NAD+, ഒരു FAD+, 2 വാട്ടർ, ഒരു ADP പ്ലസ് ഫോസ്ഫറസ്. മനസ്സിലായോ? എത്ര CO2 റിലീസ് ചെയ്തിട്ടുണ്ട്? പൈറുവിക് ആസിഡ് മുതൽ നോക്കുകയാണെങ്കിൽ ലിങ്ക് റിയാക്ഷൻ അടക്കം ക്രബ് സൈക്കിളിൽ നമ്മൾ നോക്കുമ്പോൾ 3 CO2. ക്രബ് സൈക്കിളിൽ 2 ഉള്ളൂ ഡീകാർബോസിലേഷൻ അല്ലേ? അപ്പോൾ 4 NADH2 എന്നുള്ളത് ഇങ്ങനെയാണ്, 4 NADH പ്ലസ് 4H+ എഴുതിയാലും കുഴപ്പമില്ല, FADH2 ATP. ഇതൊരു ഓവറോൾ റിയാക്ഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എയറോബിക് റെസ്പിറേഷൻ്റെ ഓവറോൾ സ്റ്റെപ്പുകൾ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു അല്ലേ? ഗ്ലൈക്കോലൈസിസ്, ലിങ്ക് റിയാക്ഷൻ, ക്രബ് സൈക്കിള് കഴിഞ്ഞു. ഇനി എന്താണ്? നമ്മൾ ടോട്ടൽ ATPയുടെ കാൽക്കുലേഷൻ നോക്കുന്ന സമയത്ത്
നിങ്ങൾ നോക്കൂ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഗ്ലൈക്കോലൈസിസ് മുതൽ ഒന്ന് നിങ്ങൾ നോക്കി. ഗ്ലൈക്കോലൈസിൽ നെറ്റ് ഗെയിൻ ATP എത്രയാണ്? 2 ATP അല്ലേ? അതുപോലെ ലിങ്ക് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ ATP ഫോം ചെയ്തിട്ടില്ല, അവിടെ NADH ഫോം ചെയ്തിട്ടുള്ളൂ. ഇനി ക്രബ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ 2 ക്രബ് സൈക്കിൾ നടക്കുന്നുണ്ടെങ്കിൽ 2 ATP അല്ലേ? ഒരു ക്രബ് സൈക്കിളിൽ 1 ATP, 2 ക്രബ് സൈക്കിളിൽ 2 ATP. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലൂക്കോസ് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? ആകെ 4 ATP ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇവിടെ ഉണ്ടായ NADH FADH അത് ATP ആയി മാറിയാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമുക്ക് 4 ATP ആണ് നിലവിൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഗ്ലൈക്കോലൈസിസിന് 2 ATP നെറ്റ് ഗെയിൻ. NADH അവിടെ കട്ടെ. NADH എന്താവാൻ പോണെന്നുള്ള കഥയല്ലേ ഇനി പറയാൻ പോണുള്ളത്. ഇപ്പൊ നോക്കുന്ന സമയത്ത് 2 ATP ഗ്ലൈക്കോലൈസിസിലും പിന്നെ ബാക്കി 2 ATP ക്രബ് സൈക്കിളിലും 2 വട്ടം ക്രബ് സൈക്കിൾ നടക്കുന്നുള്ളത് കൊണ്ട് 2 ATP. അപ്പൊ ഇനി റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NADH2ന്റെയും FADH2ന്റെയും റോളുകൾ എന്താ, അല്ലെങ്കിൽ ഫെയ്റ്റ് എന്താ, അതാണ്. ഇനി അവരെ ATP ആവുന്ന കഥയാണ് ETS. അപ്പോൾ NADH2കളെ ATP ആക്കാം, FADH2കളെ ATP ആക്കാം എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഇതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് അറിയണം. കെമിയോസ്മോസിസ് എന്നാൽ മൂവ്മെന്റ് ഓഫ് H+ ആണെന്നുള്ളത് ഫോട്ടോസിന്തസിസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. H+ന്റെ കോൺസെൻട്രേഷൻ എവിടുന്ന് കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒഴുകുമ്പോഴാണ് ഈ പറയുന്ന ATP ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു ഫോട്ടോസിന്തസിസിൽ. അപ്പോൾ നമുക്ക് അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെയും അത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് ETS ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം? NADH2 എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇത് മൈറ്റോകോൺഡ്രിയയുടെ ഔട്ടർ മെംബ്രെയിൻ ആണ്, ഇത് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിൻ ആണ്. ഇവിടെ നമുക്ക് ഓക്സിസോം വരയ്ക്കാം. ഓക്കെ, ഇതുപോലെ ഇവിടെ ഞാനൊരു ഇന്നർ മെംബ്രെയിനും അതുപോലെ ഒരു ഔട്ടർ മെംബ്രെയിനും വരച്ചു. ഇവിടെ ഞാനൊരു ഓക്സിസോം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ NADH2 പറയുന്നുണ്ട്. ഇതാണ് NADH2. മെട്രിക്സിൽ NADH2 ഉണ്ട്, അതുപോലെ FADH2 ഉണ്ട്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന NADH2 FADH2 അവർ എന്ത് ചെയ്യും? അവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യും. ആരിലേക്ക്? ഓക്സിജനിലേക്ക്. അവർ ഓക്സിജനിലേക്ക് ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്ത് NADH2 തൻ്റെ 2 ഇലക്ട്രോൺ, അതിൽ ഇലക്ട്രോൺ ട്രാപ്ഡ് ആണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ ഇലക്ട്രോൺസ് ഇന്നർ മെംബ്രെയിനിലൂടെ എവിടേക്ക് എത്തും? ഓക്സിജനിലേക്കും 2 ഇലക്ട്രോൺ എത്തും. ഓക്കെ, അങ്ങനെ 2 ഇലക്ട്രോൺ എത്തുകയും അവിടെ എന്ത് ഫോം ചെയ്യും? വാട്ടർ ഫോം ചെയ്യും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം അതെങ്ങനെ വാട്ടർ അവിടെ ഉണ്ടാവുന്നത് എന്ന്. ഓക്കെ, അപ്പൊ 2 ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് എത്തുന്ന സമയത്ത് വാട്ടർ ഫോം ചെയ്യുന്നു. ഹാഫ് O2 ആണ്, ഞാനിവിടെ O2 എന്ന് എഴുതിയത് നോക്കണ്ട, ഹാഫ് O2 ആണ് നമ്മൾ കൊടുക്കുക H2 എന്ന് പറയുമ്പോൾ. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ഇപ്പോൾ തൽക്കാലം ഓക്സിജൻ എന്നുള്ള നിലയ്ക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ NADH2 തൻ്റെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്ത് ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെ വാട്ടർ ഫോം ചെയ്യുകയും, ഈ സമയം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയം കൊണ്ട് ഇവിടെ ഇലക്ട്രോണുകൾ ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിൽ നിന്നും സ്പേസിലേക്ക് H+ അക്യുമുലേറ്റ് ചെയ്യും. ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാരണം മെട്രിക്സിലേക്ക് H+കൾ അക്യുമുലേറ്റ് ചെയ്യും. ഏകദേശം ഒരു 10 H+ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. NADH2ന്റെ 2 ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് എത്തുമ്പോൾ ഒരു 10 H+ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ 10 H+ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഈ 10 H+ തിരിച്ച് ഇതിലൂടെ ഒഴുകും. ഇവിടെ H+ന്റെ കോൺസെൻട്രേഷൻ കൂടും. ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ H+ന്റെ കോൺസെൻട്രേഷൻ കൂടും. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽഡ് ആവും. ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തു. NADH ഇലക്ട്രോണിനെ ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ സമയം കൊണ്ട് മെട്രിക്സിൽ നിന്ന് H+ എവിടെ അക്യുമുലേറ്റ് ചെയ്തു? ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ അക്യുമുലേറ്റ് ചെയ്തു. അങ്ങനെ H+ന്റെ കോൺസെൻട്രേഷൻ സ്പേസിൽ കൂടുകയും അത് തിരിച്ച് എവിടേക്ക് ഒഴുകി? മെട്രിക്സിലേക്ക്, മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിലേക്ക് ഒഴുകി. ഞാൻ പറയട്ടെ, ഒരു സ്ഥലത്ത് H+ കൂടുതലും ഒരു സ്ഥലത്ത് H+ കുറവാകുമ്പോൾ H+ ഒഴുകുമല്ലോ, അത് സ്വാഭാവികമാണ്. അതാണ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ആവുമല്ലോ. അങ്ങനെ ബ്രേക്കിംഗ് നടന്നു. 4 H+ പോയാൽ 1 ATP ആണ് കേട്ടോ. ഓക്സിസോമിലൂടെ 4 H+ പോയി കഴിഞ്ഞാൽ 1 ATP ആണ്. അങ്ങനെയാണെങ്കിൽ 10 H+ പോവുകയാണെങ്കിൽ 2.5 എന്ന് പറയേണ്ടി വരും.
ഓക്കെ, അതാണ് 3 ATP. ഹയർ ക്ലാസ്സിലൊക്കെ 2.5 പഠിക്കുക, പക്ഷെ നിങ്ങളുടെ NCERT-ൽ 3 ATP ആണ് പഠിക്കേണ്ടത്. 10H+ തിരിച്ചൊഴുകുമ്പോൾ 4H+ അതിലൂടെ ഒഴുകിയാൽ, ഓക്സിസോമിലൂടെ 4H+ ഒഴുകിയാൽ 1 ATP എന്നാണ് പുതിയ NCERT-ലുള്ളത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടതും. ഇപ്പോൾ 10H+ ഇതിലൂടെ ഒഴുകുകയാണെങ്കിൽ 2.5 എന്നുള്ള കാറ്റഗറിയിലേക്ക് വരും. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, 2.5 എന്നുള്ളത് ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നിങ്ങൾ 3 ATP ആക്കിയിട്ടാണ് അത് പഠിക്കുന്നത്. അപ്പോൾ ഓക്സിസോമിൽ 3 ATP ഫോം ചെയ്യും. ഓക്കെ, FADH2ന്റെ ഇലക്ട്രോൺസ് പോകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, FADH2ന്റെ ഇലക്ട്രോണും ഇതേപോലെ തന്നെ ഇന്നർ മെംബ്രെയിനിലൂടെ പാസ് ചെയ്ത് ഓക്സിജനിലേക്ക് എത്തുന്നു. അവിടെയും വാട്ടർ ഫോം ചെയ്യുന്നു. ഈ സമയം H+ന്റെ കോൺസെൻട്രേഷൻ ഏകദേശം H+ന്റെ കോൺസെൻട്രേഷൻ 6H+ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. 6H+ ഇതിൻ്റെ അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, 6H+. അപ്പോൾ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ 6H+ അക്യുമുലേറ്റ് ചെയ്താൽ ഈ 6H+, അപ്പോൾ അതായത് കെമി ഓസ്മോസിസ് ആണ് ഇനി നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന അതേ സമയം പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽഡ് ആവുകയും ആ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുകയും ആ പ്രോട്ടോൺ തിരിച്ച് ഏതിലൂടെ ഒഴുകും, ഈ ഓക്സിസോമിലൂടെ ഒഴുകുന്നു. അപ്പോൾ 6H+ പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1.5 ആവും. 4H+ പോയ 1 ATP. അപ്പോൾ 1.5 എന്നുള്ളതാണ് എത്ര ATP ആയിട്ട് നമ്മൾ പറയുന്നത്? 2 ATP ആയിട്ട് പറയുന്നത്. ഓക്കെ, 2 ATP. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇതാണ് ETSന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു NADH2 എത്ര ATPക്ക്? ഒരു NADH2ന് ഇവിടെ ഓക്സിഡേഷൻ നടന്നാൽ, കാരണം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് NADH2, ഒരു NADH2ന് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ 3 ATPയും ഒരു FADH2ന് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ 2 ATP ആണ് കിട്ടുന്നത്. 2 ATP. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 38 ATP ആണ് നമുക്ക് കിട്ടുക. മൊത്തം ക്രബ് സൈക്കിൾ എത്ര NADH2 ഉണ്ട് അതിലുള്ളത്. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ഇല്ല, എന്നാലും ഒരു പെരിഫറൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ഉണ്ട്. ETS എങ്ങനെ, ആ കോംപ്ലക്സുകളുടെ പേരെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അത് ഡീറ്റെയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നീറ്റിന്റെ തരത്തിലേക്ക് എങ്ങനെ അത് മനസ്സിലാക്കി എടുക്കാം, എങ്ങനെയാണ് ആ ഇലക്ട്രോൺ പോണത് എന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷനിലേക്ക് വരുത്താം. ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മക്കളെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും, ഇപ്പൊ ഞാനിവിടെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൈറ്റോകോൺട്രിയയുടെ ഔട്ടർ മെംബ്രെയിന്, ഇത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിന്. ഇന്നർ മെംബ്രെയിൻ ഒന്ന് ഞാൻ സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിന് ഞാനൊന്ന് സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതാണ് ഇന്നർ മെംബ്രെയിന്. നമുക്കവിടെ ഒരുപാട് കോംപ്ലക്സുകൾ കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഈ വരച്ചത് ഓക്സിസോമാണ് ഞാൻ. ഇത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനാണ്, ഇത് സ്പേസ് ആണ്, ഇത് ഇന്നർ മെംബ്രെയിന്, ഇത് ഇന്നർ മെംബ്രെയിന്, ഇത് ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, ഔട്ടർ മെംബ്രെയിന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ട്. ഒരു കോംപ്ലക്സിന്റെ പേര് ഞാൻ പറയാം. ഇവിടെ FMN FES ഒരു കോംപ്ലക്സ്, അടുത്ത കോംപ്ലക്സ് ഇവിടെ ഉണ്ട്, അടുത്ത കോംപ്ലക്സ്, ആ കോംപ്ലക്സിൽ സൈറ്റ് B FES സൈറ്റ് C1 എന്നാണ് ഉണ്ടാവുക. സൈറ്റ് C1 ശ്രദ്ധിച്ചാൽ നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് കാണാൻ പറ്റും. ഇതാ സൈറ്റ് B FES സൈറ്റ് C1 എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു കോംപ്ലക്സ് ഇതാ ഇവിടെ ഉണ്ട്, ഒരു കോപ്പറൊക്കെ ഉള്ള കോംപ്ലക്സ് ആണ്, CuA കോപ്പർ A, സൈറ്റ് A, സൈറ്റ് A3, പിന്നെ കോപ്പർ B. ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കോപ്പർ B. ഓക്കെ, ഇത് കോംപ്ലക്സുകളാണ്, ഓരോ കോംപ്ലക്സുകളാണ്. കോംപ്ലക്സിന് വേണമെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യാം. കോംപ്ലക്സിനെ ഞാൻ നമ്പർ ചെയ്യുന്നുണ്ട്, ഓരോ കോംപ്ലക്സ്. ഇത് കോംപ്ലക്സ് 1, ഇത് കോംപ്ലക്സ് 3, ഇത് കോംപ്ലക്സ് 4. ഓക്കെ, ഇനി ഈ കോംപ്ലക്സ് 2 എവിടെയെന്ന് ഇത് കോംപ്ലക്സ് 5 ആണ്, ലാസ്റ്റത്തത് ഈ കോംപ്ലക്സ് 5, അത് ATP സിന്തേസ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന രണ്ടാമത്തെ കോംപ്ലക്സ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ കോംപ്ലക്സ് ഇതാ ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ കോംപ്ലക്സ്, FAD FES. ഇതിൻ്റെ ഉള്ളിൽ FAD ഉണ്ട്, FES ഉണ്ട്. ഓക്കെ, ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ ക്ലിയർ ആവും. ഓക്കെ, FAD FES ഉണ്ട്, അത് രണ്ടാമത്തെ കോംപ്ലക്സ് ആണ്. ഓക്കെ, അത് രണ്ടാമത്തെ കോംപ്ലക്സ്. ഓരോ കോംപ്ലക്സിന് ഓരോ പേരുകളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. പിന്നെ ഇവരുടെ ഇടയിൽ എന്തുണ്ട്, ചിലപ്പോൾ ഇലക്ട്രോണുകളെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോംപ്ലക്സിന് അടുത്ത കോംപ്ലക്സിലേക്ക് ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളാണ് UQ എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, UQ ഇപ്പോൾ കോംപ്ലക്സ് 1 നിന്ന് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അതുപോലെ UQ ഇവിടെയുണ്ട്, ഇവിടെ, അതായത്
കോംപ്ലക്സ് 2നും 3നും ഇടക്കുണ്ട്. 2ൽ നിന്ന് 3ലേക്ക് ഇലക്ട്രോൺ പോവുകയാണെങ്കിലും യുബിക്വിനോൺ എന്ന് പറയുന്ന ആളുണ്ട്. ഇനി 3ൽ നിന്ന് 4ലേക്ക് പോണത് സൈറ്റ് സി എന്ന് പറയുന്ന ആളാണ്. അയാൾ നിൽക്കുന്നത് സ്പേസിലല്ല, ഇന്നർ മെമ്പറിന്റെ ഔട്ടർ പാർട്ടിൽ എന്താണ് പറയുക അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇവരാണ് മൊബൈൽ ഇലക്ട്രോൺ കാരിയർ. നമുക്ക് പറയാം എന്തുകൊണ്ടാണ് അവരെ മൊബൈൽ ഇലക്ട്രോൺ കാരിയർ എന്ന് പറയാൻ കാരണം എന്ന് നോക്കാം. നോക്കൂ, ഒന്നാമത്തേതിൽ നിന്ന് മൂന്നാമത്തേലേക്ക് ഇലക്ട്രോൺ പോവുകയാണ്. ഇതിലൂടെയാണ് ഇലക്ട്രോൺ പോണതല്ലോ. അപ്പോൾ 1ൽ നിന്ന് 3ലേക്ക് പോകുമ്പോൾ UQ ഹെൽപ്പ് ചെയ്യും. ഇനി 3ൽ നിന്ന് 4ലേക്ക് പോവുകയാണെങ്കിൽ അത് സൈറ്റ് സി വഴിയാണ് പോവുക. ഇനി 2ൽ നിന്ന് 3ലേക്ക് പോകുന്നത് ഇലക്ട്രോൺ UQ വഴിയായിരുന്നു. 3ൽ നിന്ന് 4ലേക്ക് പോകുന്നത് എപ്പോഴും സൈറ്റ് സി വഴിയായിരിക്കും. നിങ്ങൾക്ക് അതിന്റെ ഓരോ പേരുകളൊന്ന് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അടുത്ത സ്ലൈഡ് അടുത്ത സെക്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അതായത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കോംപ്ലക്സ് 1ന്റെ പേര് NADH ഡീഹൈഡ്രോജിനേസ് എന്നാണ്. NADH ഡീഹൈഡ്രോജിനേസ്. കോംപ്ലക്സിന്റെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NADH ഡീഹൈഡ്രോജിനേസ് എന്നാണ് പേര്. കോംപ്ലക്സ് 2ന്റെ പേര് സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആ എൻസൈം ഇന്നർ മെമ്പറിലാണെന്ന്. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ് പറയാം. സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്നാണ് പറയാം. ഇനി കോംപ്ലക്സ് 3ന്റെ പേര്, കോംപ്ലക്സ് 3 എന്താന്നുള്ളത് നോക്കാം. അത് നമ്മൾ ഇങ്ങനെ പറയാം, സൈറ്റ് B2C1 എന്നാണ് പറയാം. കോംപ്ലക്സ് 4 അതിൻ്റെ പേര് ഞാൻ എഴുതുന്നത് ക്ലിയർ അല്ലെങ്കിൽ എൻ്റെ ഓഡിയോ നോക്കുക, എൻ്റെ വോയിസിൻ്റെ ഇത് നോക്കുക. കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് സൈറ്റ് C ഓക്സിഡേസ് എന്നാണ്. സൈറ്റ് C ഓക്സിഡേസ് എന്നുള്ളതാണ്. നിങ്ങൾ ഈ 5ാമത്തെ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ATP ഉണ്ടാക്കുന്ന കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് 5 എന്ന് പറയുന്നത് ATP സിന്തേസ് എന്നാണ് പറയുക. F0 F1 പാർട്ടിക്കിൾ എന്നൊക്കെ പറയും. ATP സിന്തേസ് അറിയോ? ഓക്കെ. 5 കോംപ്ലക്സുകളാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലുള്ളത്. 2 മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സും, ഒന്ന് UQയും ഒന്ന് സൈറ്റ് സിയും. അപ്പൊ എങ്ങനെയാണ് ഇവർ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി NADH2 എങ്ങനെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. NADH2 എങ്ങനെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. NADH2 എങ്ങനെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാൽ വളരെ കുറഞ്ഞ രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിലും മനസ്സിലാവില്ല. അപ്പോൾ നോക്കാം നമ്മൾ എന്താ ചെയ്യാൻ പോണത് എന്നുള്ളത്. അപ്പോൾ ഓരോ കോംപ്ലക്സിന്റെ പേര് നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചതുകൊണ്ട് യാതൊരു പ്രോബ്ലം നിലവിലില്ല. ഓരോ കോംപ്ലക്സിന്റെ പേര് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓരോ കോംപ്ലക്സിന്റെ പേര് നിങ്ങൾക്ക് അറിയാം. ഇത് ഇന്നർ മെമ്പറൈൻ ആണ്. ഇപ്പം ഞാനിവിടെ കഷ്ടപ്പെട്ട് വരയ്ക്കുന്നത് ഇന്നർ മെമ്പറൈൻ. ഇത് ഓക്സിസോം ആണ് ഇവിടെ ഉള്ളത്. ഇത് ഓക്സിസോം ആണ്. ഓക്കെ. ഇവിടെ സംഭവിക്കാൻ പോണത് ഓരോ കോംപ്ലക്സും, ഇത് കോംപ്ലക്സ് 1 ആണ്. ഓക്കെ, കോംപ്ലക്സ് 1. ഇത് കോംപ്ലക്സ് 3 ആണ്. ഓക്കെ, കോംപ്ലക്സ് 3 ആണ്. ഇവിടെ കോംപ്ലക്സ് 2 ഉണ്ട്. ഓക്കെ, കോംപ്ലക്സ് 2 ഉണ്ട്. ഇവിടെ കോംപ്ലക്സ് 4 ഉണ്ട്. കോംപ്ലക്സ് 4 ഉണ്ട്. ഓക്കെ, ഇവിടെ ഓക്സിജൻ ഉണ്ട്. ഞാൻ പറയുന്നു ഓക്സിജൻ ഞാൻ O2 എന്നാണ് എഴുതുന്നത്. ഓക്കെ, ശരി. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ NADH2 തൻ്റെ ഇലക്ട്രോണിനെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? NADH2 തൻ്റെ ഇലക്ട്രോണിനെ കോംപ്ലക്സ് 1ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ UQ ഉണ്ടല്ലോ, യുബിക്വിനോൺ ഉണ്ടല്ലോ. ഓക്കെ, ശരി. ഇനി ശ്രദ്ധിച്ചോ, NADH2 2 ഇലക്ട്രോൺ കോംപ്ലക്സ് 1ലൂടെ പോകുന്ന സമയത്ത് ഈ 2 ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാരണം ഇവിടെ 4H+ ട്രാൻസ്ഫർ ചെയ്യുന്നു. പഴയ ടെക്സ്റ്റ് ബുക്കിൽ അത് 2H+ എന്നാണ്, ഇവിടെ 4H+. അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ സ്റ്റോറി നിങ്ങൾ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഹയർ ലെവൽ ക്ലാസ്സിലേക്ക് എത്തേണ്ടി വരും. അപ്പോൾ 2 ഇലക്ട്രോൺ കോംപ്ലക്സ് 1ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 4H+ വരികയും പിന്നീട് ഈ 2 ഇലക്ട്രോൺ യുബിക്വിനോണിലേക്ക് പോവുകയും ആ യുബിക്വിനോൺ 3ാമത്തെ കോംപ്ലക്സിലേക്ക് ആ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നെ ഇവിടെ സൈറ്റ് സി ഉണ്ട് അല്ലേ? സൈറ്റ് സി ഉണ്ട്. അതുവഴി ആ ഇലക്ട്രോൺസ് കോംപ്ലക്സ് 4ലേക്ക് എത്തുകയും അവസാനം ആ 2 ഇലക്ട്രോൺ എവിടേക്ക് എത്തും? ഓക്സിജനിലേക്ക് എത്തും. അങ്ങനെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് നടക്കുന്നു. നോക്കിട്ടാ, ഞാൻ ഇനി പറയാൻ പോണ പോയിന്റ് ഒന്നും കൂടി ശ്രദ്ധിക്കുക എല്ലാവരും. NADHന്റെ 2 ഇലക്ട്രോൺ കോംപ്ലക്സ് 1ൽ, പിന്നെ അത് UQലേക്ക് എത്തുകയും UQ പിന്നീട് 3ാമത്തെ കോംപ്ലക്സിൽ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ സൈറ്റ് സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പിന്നെ കോംപ്ലക്സ് 4ലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അവസാനം ഇലക്ട്രോൺ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഓക്സിജനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ സംഭവിക്കാൻ പോണത്, 2 ഇലക്ട്രോൺ യുബിക്വിനോണിന്റെ അടുത്തേക്ക് എത്തുന്ന ആ സമയത്ത് മെട്രിക്സിൽ നിന്ന് മെട്രിക്സിൽ നിന്നാണ് H+ വരിക, യുബിക്വിനോൺ സ്വീകരിക്കുകയും പിന്നീട് യുബിക്വിനോണിന്റെ അടുത്ത് ഇലക്ട്രോൺ എത്തുന്ന സമയം H+നെ മെട്രിക്സിൽ നിന്ന് എടുക്കുന്നു യുബിക്വിനോൺ. പിന്നീട് യുബിക്വിനോൺ ആ 2 ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അതായത് യുബിക്വിനോണിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ
ആദ്യം എന്താ സംഭവിച്ചത്? ആ കോംപ്ലക്സ് ഒന്നിന്ന് 2 ഇലക്ട്രോൺ യൂബിക്വിനോൺ എടുക്കുകയും പിന്നെ അതേസമയം മെട്രിക്സ് 2 എച്ച് പ്ലസിനെ ആരെടുക്കുന്നു? യൂബിക്വിനോൺ എടുക്കുകയും അങ്ങനെ യൂബിക്വിനോൺ റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നെ യൂബിക്വിനോണിന്ന് ഇലക്ട്രോൺ കോംപ്ലക്സ് 3ലേക്ക് പോയി. അപ്പൊ എന്താ സംഭവിച്ചത്? ആ കയറിയ എച്ച് പ്ലസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? സ്പേസിലേക്ക്. അതും 4H+ ആണ്. അവിടെ യൂബിക്വിനോണിന്റെ ഒരുപാട് റോളുകളുണ്ട്. അത് 4H+ ആവാനുള്ള കാരണങ്ങളുണ്ട്. അത് നമുക്കിപ്പോൾ പഠിപ്പിക്കാൻ കഴിയില്ല, അത് സത്യമാണ്. അങ്ങനെ 4H+, അവിടെ എങ്ങനെ 4H+ എന്നുള്ളത് തേടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ മിസ്സാവും എന്നുള്ളത് സത്യമാണ്. അത് ശരിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കേണ്ട സമയത്ത് അത് പഠിപ്പിക്കലുണ്ട്. പക്ഷെ ഇപ്പം നിലവിൽ അത് വേണ്ട. ഇപ്പോൾ ഫൈനൽ ലാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അങ്ങനെ 4H+ അവിടെ ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഈ പറയുന്ന 2 ഇലക്ട്രോൺ സൈറ്റ് സിയിലേക്ക് എത്തുന്നു. സൈറ്റ് സിന്ന് 4ാമത്തെ കോംപ്ലക്സിലേക്ക് എത്തുന്ന സമയത്ത് ഒരു 2H+ ഈ കോംപ്ലക്സിലൂടെ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? സ്പേസിലേക്ക്. അതായത് ഇലക്ട്രോണുകൾ എവിടേക്ക് എത്തുന്നോ അവിടേക്കൊക്കെ H+ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് മെട്രിക്സിൽ നിന്ന്. കോംപ്ലക്സ് 1 നിന്നാണെങ്കിൽ 4H+, പിന്നെ കോംപ്ലക്സ് 3ലേക്ക് ഇലക്ട്രോൺ എത്തുന്നത് യൂബിക്വിനോൺ വഴിയാണ്. അപ്പൊ UQ ആണ് ശരിക്കും ഹൈഡ്രജനെ അപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചത്. UQ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന സമയത്ത് ഹൈഡ്രജനെ സ്വീകരിക്കുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ യൂബിക്വിനോൾ എന്നാണ് പറയാ, യൂബിക്വിനോൾ എന്നാണ് പറയാ. UQ H+നെ സ്വീകരിച്ച് ആ യൂബിക്വിനോണ് അതിന്റെ ഇലക്ട്രോൺസ് കോംപ്ലക്സ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പിന്നെ അത് H+ റിലീസ് ചെയ്യുന്നു സ്പേസിലേക്ക്, അല്ലേ? അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് ഇപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടേക്ക് എത്തി? ഓക്സിജനിലേക്ക് എത്തി. ലാസ്റ്റ് ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് എത്തി, അല്ലെ? ലാസ്റ്റ് ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് എത്തി. ഒരു മിനിറ്റ്, ഇവിടെ ഈ ആരോ ഞാൻ മായ്ക്കേണ്ടി വരും, അല്ലെ? ലാസ്റ്റ് ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് എത്തി. ശ്രദ്ധിക്കണേ, ഞാൻ പറയാൻ പോണ പോയിന്റ് ശ്രദ്ധിക്കണം എല്ലാവരും. ലാസ്റ്റ് ഇവിടെ 2H+ ഇങ്ങോട്ടാണ് കേട്ടോ. എനിക്ക് ആ ഏരോ പെട്ടെന്ന് മായ്ക്കാൻ പറ്റുന്നില്ല. ഇവിടേക്ക് 2H+, അല്ലെ? 2H+ ഇവിടേക്ക് എത്തി, അല്ലെ? 2H+ ഇവിടേക്ക് എത്തി. ലാസ്റ്റ് ഇലക്ട്രോൺസ് എവിടേക്ക് എത്തിയത്? ഓക്സിജനിലേക്കാണ് എത്തിയത്. അപ്പൊ 2 ഇലക്ട്രോൺ ഓക്സിജനിലേക്ക് എത്തുന്ന സമയത്ത് ഒരു 2H+ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് അങ്ങനെ വാട്ടർ ഫോം ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് വാട്ടർ ഫോം ചെയ്യുന്നത്. അറിയോ? ഓക്കെ. അപ്പൊ ടോട്ടൽ എത്ര H+ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്? 10H+ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയല്ലോ. ഈ 10H+ ആണല്ലോ തിരിച്ചിതിലൂടെ ഒഴുകുന്നത് ഓക്സിസോമിലൂടെ. അങ്ങനെയാണ് അവിടെ 3 ATP ഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? FADH2 ഇലക്ട്രോൺ എങ്ങനെ പാസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. FADH2 ഇലക്ട്രോൺസ് എങ്ങനെ പാസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇന്നർ മെംബ്രെയിനിലൂടെ, അല്ലെ? ഇത് ഔട്ടർ മെംബ്രെയിന്, ഇത് ഇന്നർ മെംബ്രെയിന്. ഓക്കെ, ഇതെന്താണ്? ഈ ഇന്നർ മെംബ്രെയിൻ സൂം ചെയ്തത്. ഓക്കെ, ഇവിടെ കോംപ്ലക്സ്, ഇവിടെ ഞാൻ 5ാമത്തെ കോംപ്ലക്സ് ഇവിടെ കാണിക്കുന്നു വേറെ കളറിൽ. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് കോംപ്ലക്സ് 1 ഉണ്ട്, അതവിടെ കട്ടെ. കോംപ്ലക്സ് 3 ഉണ്ട് ഇവിടെ. ഓക്കെ, അവിടെ കട്ടെ. കോംപ്ലക്സ് 3 ഉണ്ട്. ഇവിടെ കോംപ്ലക്സ് 2 ഉണ്ട്. ഓക്കെ, ഇവിടെ കോംപ്ലക്സ് 4 ഉണ്ട്. കോംപ്ലക്സ് 4 ഉണ്ട്. ഇവിടെ ഓക്സിജനും ഉണ്ട്. ഓക്കെ, ഓക്സിജൻ ആ 4 ഞാൻ ഇവിടെ എഴുതി വെക്കുന്നു. നമുക്കറിയാം FADH2 കേസിൽ FADH2 ഇവിടെ നിന്നാണ് കയറുന്നത് എന്ന് വിചാരിക്കും. FADH2 ഇവിടെ നിന്നാണ് കയറുന്നത് എന്ന് വിചാരിക്കും. അതിൻ്റെ ഇലക്ട്രോൺസ് ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ യൂബിക്വിനോൺ ഉണ്ട്, നിങ്ങൾക്കറിയാം. ഇവിടെ സൈറ്റ് സി ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് എവിടെയെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇവിടെ കോൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FADH2 ഇലക്ട്രോൺസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഈ പറയുന്ന 2ാമത്തെ കോംപ്ലക്സ് യൂബിക്വിനോൺ വഴി 3ാമത്തേതിലേക്ക്, സൈറ്റ് സിയിലേക്ക്, കോംപ്ലക്സ് 4ലേക്ക്, R4ലേക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഇലക്ട്രോൺസ് പോണത്. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ 2H+ അത് ഞാൻ പിന്നെ പറയാം, H+ന്റെ കാര്യം പറയാം. നമുക്ക് പറയാം, ഈ 2ാമത്തെ കോംപ്ലക്സിലൂടെ 2 ഇലക്ട്രോൺസ് പോകുന്ന സമയത്ത് ആയിക്കൂടെ H+ പാസ് ചെയ്യുന്നില്ല. അത് ആലോചിക്കണം. യൂബിക്വിനോണിലേക്ക് H+, 2 ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞാൽ യൂബിക്വിനോൺ H+നെ എടുക്കുകയും അത് ആ യൂബിക്വിനോൺ ഇലക്ട്രോണിന് എടുത്ത സമയത്തുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഞാൻ ഇലക്ട്രോൺ ഇങ്ങനെ പാസ് ചെയ്യിപ്പിച്ചു. യൂബിക്വിനോണിലേക്ക് എപ്പോഴാണോ ഇലക്ട്രോൺ എത്തുന്നത് ആ സമയത്ത് H+ എത്തി, അല്ലേ? യൂബിക്വിനോൺ പിന്നെ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ആ H+ ഇതിലൂടെ 4H+ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, യൂബിക്വിനോൺ. പിന്നെ ആ ഇലക്ട്രോൺ സൈറ്റ് സിയിലെത്തി, അല്ലേ? സൈറ്റ് സിന്ന് എവിടേക്ക് എത്തി? കോംപ്ലക്സ് 4. കോംപ്ലക്സ് 4ലേക്ക് എത്തുമ്പോൾ 2H+ ഇതിലൂടെ
എന്തുകൊണ്ടാണ് ഇവിടെ 2 അവിടെ 4 എന്നുള്ള കഥയിലേക്ക് ഞാൻ ഇപ്പോൾ പോവാത്തത് ഒന്നും കൊണ്ടല്ല, ഇതൊരു ഫൈനൽ ലാപ്പിന്റെ ഡിസ്കഷൻ ആണ്, റാപ്പിഡ് ഡിവിഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ 4ഉം 2ഉം ആണ് ഇവിടെ കിട്ടിയത്. അവസാനം ഇവിടെ 2 ഇലക്ട്രോൺ ഹാഫ് ഓർബിറ്റിലേക്ക് എത്തുമ്പോൾ 2H+ അവസാനം ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വാട്ടർ ഫോം ചെയ്ത്. ഓക്കെ, ഇവിടെ എത്ര H+ അക്യുമുലേറ്റ് ചെയ്തു? 4ഉം 2ഉം 6H+ അക്യുമുലേറ്റ് ചെയ്തു. ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ATP കിട്ടും എന്ന് ഞാൻ പറയും. അറിയോ? ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരു NADH2 എത്ര ATPക്ക് സമമാണ്? ഒരു NADH2 3 ATPക്കും ഒരു FADH2 2 ATPക്കും സമമാണ്. ഇതാണ് ടെർമിനൽ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അവസാനം NADH2 FADH2 ഓക്സിഡേഷൻ നടന്നിട്ട് ATP ഉണ്ടായ കഥ. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ടോട്ടൽ ഇതിൽ നിന്നുള്ള പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ETS എന്താണെന്നുള്ളതാണ്. ETS, വാട്ട് ഈസ് ETS എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ETS ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ETS ഈസ് എ മെറ്റാബോളിക് പാത്വേ ത്രൂ വിച്ച് ഇലക്ട്രോൺ പാസസ്, അല്ലേ? പിന്നെ പ്രോട്ടോൺസ് എവിടെ അക്യുമുലേറ്റ് ചെയ്യും? പ്രോട്ടോൺസ് എവിടെ അക്യുമുലേറ്റ് ചെയ്യും? ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ. ഓക്കെ, ETS ലൊക്കേറ്റ് ചെയ്യുന്നത് ഇന്റർ മെംബ്രെയിൻ, പ്രോട്ടോൺസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ. എത്ര കോംപ്ലക്സുകൾ ഉണ്ട്? 5 കോംപ്ലക്സുകൾ. എത്ര മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്? 2 മൊബൈൽ ഇലക്ട്രോൺ കാരിയറുടെ പേരുകൾ എന്താ? യൂബിക്വിനോൺ, സൈറ്റ് സി. മൊബൈൽ ഇലക്ട്രോൺ കാരിയറിന്റെ പ്രത്യേകതകൾ. അവര് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള യുക്യൂനെ വിളിക്കുന്ന പേരെന്ത്? റെഡ്യൂസ്ഡ് യുക്യൂനെ വിളിക്കുന്ന പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. റെഡ്യൂസ്ഡ് യൂബിക്വിനോനെ വിളിക്കുന്ന പേര് യൂബിക്വിനോൾ എന്നാണ് പറയാ. വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ഫൈനൽ ഇലക്ട്രോൺ ആൻഡ് ഹൈഡ്രജൻ അക്സെപ്റ്റർ ആരാ? ഓക്സിജൻ. അവസാന ഇലക്ട്രോൺ വരുന്നത് ഓക്സിജനിലേക്കാണ്. ഫൈനൽ ഇലക്ട്രോൺ ആൻഡ് ഹൈഡ്രജൻ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ആണ് ഇവിടെ ATP സിന്തസിൽ നടന്നിട്ടുള്ളത്. ഓക്സിഡേഷൻ റിഡക്ഷൻ ഒക്കെ നടന്നതിന്റെ ഫലമായിട്ടാണ് ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഒക്കെ ഉണ്ടായത്. H+ കോൺസെൻട്രേഷൻ ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ കൂടിയത്. ആ കാരണത്താലൊക്കെ ഇവിടെ ATP ഉണ്ടായി. അതുകൊണ്ടാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്നുള്ള പേര് വരാൻ കാരണം. മൊബൈൽ ഇലക്ട്രോൺ കാരിയർ ആരാ? പിന്നെ കോപ്പർ ഉള്ള കോംപ്ലക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഒന്നും കൂടി ഞാൻ പറയട്ടെ, പഴയ NCERT-ൽ 2H+ ആണ് ഒരു ATP ഉണ്ടാക്കാൻ പറയുന്നത്. നമ്മൾ പുതിയ NCERT പ്രകാരം പറയുന്നത് 4H+ ഒരു ATP. ഞാൻ പഴയ NCERT-ൽ 2H+ ഒരു ATP ആണ്. അത് ഓക്കെ, അത് തെറ്റി. അത് വിട്ടിട്ട് പുതിയ NCERT അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസിൽ അതിന്റെ തിയറിയിലൊക്കെ 4H+ ഈക്വൽ ടു 1 ATP ആണ്. അപ്പോൾ ആ ഒരു ബേസിലാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ടോട്ടൽ നമുക്ക് എത്ര ATP ഉണ്ടായി എന്നുള്ളതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. എയറോബിക് റെസ്പിറേഷനിൽ നോക്കി നിങ്ങൾ, റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എയറോബിക് റെസ്പിറേഷൻസിൽ എത്ര ATP ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷൻസ് നോക്കുകയാണെങ്കിൽ എയറോബിക് റെസ്പിറേഷനിലെ കാൽക്കുലേഷൻ ആണ്. ഇപ്പോൾ ഗ്ലൈക്കോലൈസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നെറ്റ് ഗെയിൻ ATP എത്ര കിട്ടിയിട്ടുണ്ട്? 2 ATP കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലേ? അതുപോലെ തന്നെ 2 NADH2 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 2 NADH2 എന്ന് പറയുന്നത് എത്ര ATPക്ക് ഇപ്പോൾ നമുക്ക് എഴുതാം? 6 ATPക്ക് എഴുതാം. ടോട്ടൽ ഇവിടെ എത്ര ATP എഴുതേണ്ടി വരും? 8 ATP എഴുതേണ്ടി വരും എന്നുള്ളതാണ് സത്യം ഗ്ലൈക്കോലൈസിസിൽ. ഇപ്പൊ എയറോബിക് റെസ്പിറേഷനിലെ കേസ് പറഞ്ഞുകൊണ്ടാണ് ഗ്ലൈക്കോലൈസിൽ 8 എന്ന് എഴുതാൻ കാരണം. ലിങ്ക് റിയാക്ഷൻ 2 വട്ടം നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ലിങ്ക് റിയാക്ഷനിൽ ഒരു NADH2 ഫോം ചെയ്തു, ഒരു ലിങ്ക് റിയാക്ഷനിൽ 2 NADH2 ഫോം ചെയ്യുന്നുണ്ട് ഒരു ഗ്ലൂക്കോസിൽ നിന്നും. അപ്പോൾ തീർച്ചയായിട്ടും 6 ATP ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും നോക്കേണ്ടത് ക്രബ് സൈക്കിളിലെ കേസാണ്. ഒരു ക്രബ് സൈക്കിളിൽ എത്ര NADH2 ഉണ്ടാവുന്നുണ്ട്? നിങ്ങൾ എണ്ണി നോക്കൂ. 3 NADH2 ക്രബ് സൈക്കിളിൽ, ലിങ്ക് റിയാക്ഷൻ കൂട്ടല്ലേ, 3 NADH2 ഉണ്ടാവുന്നുണ്ട്. അപ്പൊ 2 വട്ടം ക്രബ് സൈക്കിൾ നടക്കുമ്പോൾ 6 NADH2. കാരണം ഗ്ലൂക്കോസിൽ നിന്ന് 2 വട്ടം നടക്കുമല്ലോ ക്രബ് സൈക്കിൾ. അപ്പോൾ ഒരു ക്രബ് സൈക്കിളിൽ 3 NADH2, അത് 18 ATP അല്ലേ? 6 × 3 18 ATP. എത്ര FADH2 എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 FADH2. 2 ക്രബ് സൈക്കിളിൽ നിന്ന് 2 FADH2, ഒരു ക്രബ് സൈക്കിളിൽ ഒരു FADH2. അപ്പൊ 2 FADH2 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 × 2 = 4 ATP. ഓക്കെ, ഇനി ഒരു ക്രബ് സൈക്കിളിൽ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഒരു ATP ഉണ്ടായി, GTP ഉണ്ടായതിനു ശേഷം. അപ്പൊ 2 ക്രബ് സൈക്കിൾ നടക്കുമ്പോൾ 2 ATP നേരിട്ട് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ വഴി ഉണ്ടായി, അല്ലെ? ടോട്ടൽ ഇവിടുത്തെ ATP നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര? 18 4 22 2 24 6 30 8 ടോട്ടൽ 30 ATP. സോറി 38 അല്ലേ? 8 6 14 22. ഞാൻ എണ്ണിയതിൽ തെറ്റുണ്ടോ ഇല്ലല്ലോ? 8 6 14 14 32 36 38 ATP. 38 ATP ആണ് ടോട്ടൽ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് കിട്ടുക.
നെറ്റ് ഗെയിൻ എ ടി പി ഡ്യൂറിങ് എയറോബിക് റെസ്പിറേഷൻ ഓഫ് 1 ഗ്ലൂക്കോസ് മോളിക്യൂൾ ഈക്വൽ ടു 38 ATP എന്നാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ 36 ഉണ്ട്. അത് തെറ്റല്ല, 38 - 2. ചില സ്ഥലത്ത് ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്ലൂക്കോസിന് എത്ര ATP കിട്ടും എന്ന് ചോദിച്ചാൽ 38 ATP ആണ്. പുതിയ NCERT അത് 38 ആക്കിയിട്ടുണ്ട്. ചില സെല്ലുകളിൽ 36 ആണ്, ഓക്കെ. പക്ഷേ നമ്മൾ ഒരു ഗ്ലൂക്കോസിന് മാക്സിമം കിട്ടുന്ന നെറ്റ് ഗെയിൻ ATP എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 38 ആണ്. ഓക്കെ, റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ്, എയറോബിക് റെസ്പിറേഷൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ഒരു തിയററ്റിക്കൽ എക്സസൈസ് ആണ്. ഒരു ലിവിങ് സെല്ലിൽ നമ്മൾ ഇത്തരം കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമ്മൾ ചിലത് അസ്യൂം ചെയ്യേണ്ടതുണ്ട്, അസംഷൻസ് ഉണ്ട് നമുക്ക്. അതായത് നമ്മുടെ അസംഷൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന റെസ്പിറേഷൻ, അതായത് ആ അസംഷൻസിന്റെ ബേസിലാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊരു തിയററ്റിക്കൽ എക്സസൈസ് ആണ്. അതായത് ദർ ഇസ് എ സീക്വൻഷ്യൽ ഓർഡർലി പാത്വേ ഫംഗ്ഷൻ ആയിരിക്കണം, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യണം. ഗ്ലൈക്കോലൈസിലെ സ്റ്റെപ്പുകൾ ഇങ്ങനെ സീക്വൻസ്, അത് കഴിഞ്ഞിട്ട് ലിങ്ക്, ക്രബ്, ETS, ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഒന്ന്, അങ്ങനെ നടക്കും നമ്മൾ വിശ്വസിക്കണം. എങ്കിൽ 38 ATP ഉണ്ടാവും. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാം ഒരുമിച്ച് നടക്കാറുണ്ട്, സൈമിൾട്ടേനിയസ്ലി ആണ് നടക്കുക എന്നുള്ളതാണ് റിയാലിറ്റി. അതാണ്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ അതുപോലെ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടായ NADH2 അത് മൈറ്റോകോൺഡ്രിയയിലേക്ക് പോയിട്ട് അവിടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷന് വിധേയമാവണം. മനസ്സിലായോ? അങ്ങനെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷന് വിധേയമായെങ്കിലേ നമ്മുടെ കാൽക്കുലേഷൻ റെഡി ആവുള്ളൂ. അങ്ങനെ ആകുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അസ്യൂം ചെയ്തു. അതുകൊണ്ടാണ് 38 ATP എഴുതിയത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ, നൺ ഓഫ് ദ ഇന്റർമീഡിയറ്റ് ഇൻ ദ പാത്വേ ആർ യൂട്ടിലൈസ്ഡ് ടു സിന്തസൈസ് എനി അതർ കോമ്പൗണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതായത് ക്രബ് സൈക്കിളിലെ കുറെ ഇന്റർമീഡിയറ്റുകൾ ഉണ്ട്, അവരൊന്നും വേറൊരു സാധനങ്ങൾ ഉണ്ടാക്കാൻ പോണില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അതായത് ഇപ്പോൾ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, അല്ലെങ്കിൽ അസറ്റൈൽ കോയെ, അല്ലെങ്കിൽ പൈറുവിക് ആസിഡ്, ഇതൊക്കെ ഇന്റർമീഡിയറ്റ് ആണല്ലോ റെസ്പിറേഷന്റെ. ഈ ഇന്റർമീഡിയറ്റുകൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു. പക്ഷെ സെല്ലിന് പല റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്റർമീഡിയറ്റിനെ സെല്ലെടുത്ത് സെല്ലിന് ആവശ്യമുള്ള സാധനങ്ങൾ സിന്തസൈസ് നടത്തും. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അങ്ങനെ നടക്കുന്നില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. റിയാലിറ്റി എന്താണ്? സെല്ലിന് ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും അതെന്ത് ചെയ്യാം? ആ ഇന്റർമീഡിയറ്റുകളെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താ? ആ ഇന്റർമീഡിയറ്റുകൾ യൂസ് ചെയ്യണില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ലാസ്റ്റത്തെ പോയിന്റ്, ഗ്ലൂക്കോസ് മാത്രമാണ് റെസ്പയർ ചെയ്യുന്നു എന്ന് നമ്മൾ അനുമാനിക്കണം, അസ്യൂം ചെയ്യണം. പക്ഷെ ഗ്ലൂക്കോസിന്റെ പാത്തിലേക്ക് വേറെ ബ്രേക്ക് ഡൗൺ നടന്നിട്ടുണ്ട്, ഇന്റർമീഡിയറ്റുകൾ കയറാം എന്നുള്ളത് സത്യ. അത് വെറും ഗ്ലൂക്കോസിന്റെ പാത്തിൽ ഗ്ലൂക്കോസിന്റെ ഇന്റർമീഡിയറ്റുകൾ മാത്രമല്ല, വേറെ അതർ സബ്സ്ട്രേറ്റ് അതിലേക്ക് എൻ്റർ ചെയ്യാം. പക്ഷെ നമ്മൾ ഗ്ലൂക്കോസ് മാത്രമേ റെസ്പയർ ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അനുമാനിക്കണം, അസ്യൂം ചെയ്യണം. ഇങ്ങനൊക്കെ ചെയ്താൽ ഈ ഒരു തിയററ്റിക്കൽ എക്സസൈസ് നമുക്ക് 38 ATP കിട്ടും എന്നുള്ളതാണ്. റിയാലിറ്റി എന്ന് പറയുന്നത് ദീസ് അസംഷൻസ് ആർ നോട്ട് റിയലി വാലിഡ് ഇൻ ലിവിങ് സിസ്റ്റം എന്ന് NCERT പറയുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു തന്നു, ഇതിന്റെ കൂടെ ഞാൻ ഓരോ കാരണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ റെസ്പിറേറ്ററി പാത്വേ ഈസ് ആംഫിബോളിക് പാത്വേ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് നമ്മൾ അസംഷൻസ് റിയലി വാലിഡ് അല്ല ലിവിങ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞിരുന്നു. നോക്കാം ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചല്ലോ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ്. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ചിത്രത്തിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഫാറ്റ്, പ്രോട്ടീനും ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിലേക്ക് കയറുന്ന രീതികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പൊ ഫാറ്റ് റെസ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഒരു ഫാറ്റ് അല്ല, ഫാറ്റ് ആദ്യം ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയതിനു ശേഷം, ഓക്കെ, ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയി, ഫാറ്റി ആസിഡ് നേരെ എന്തായിട്ട് മാറും? അസറ്റൈൽ കോയായിട്ട് മാറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഓക്കെ, ഗ്ലിസറോൾ എന്തായിട്ട് മാറും? 3-PGL ആയിട്ട് മാറും. ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്യുവർ ആയിട്ടുള്ള ഒരു ഫാറ്റ് അല്ല, ഒരു ഫാറ്റ് ആഫ്റ്റർ ബ്രേക്ക് ഡൗൺ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആയതിനു ശേഷം ഫാറ്റി ആസിഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആയിട്ട് റെസ്പിറേഷനിലേക്ക് പോവുകയും ഗ്ലിസറോൾ അതേപോലെ ഗ്ലിസറാൾഡിഹൈഡ് ആയിട്ട് കയറുകയും ചെയ്യും. ഇതുപോലെ പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ ഉണ്ടാക്കിയത് അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അങ്ങനെ അമിനോ ആസിഡുകൾ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന പ്രോട്ടിയേസസ് എൻസൈമിന്റെ പ്രസൻസിൽ പ്രോട്ടീൻ അമിനോ ആസിഡുകളായി മാറുകയും അതിൽ ഓരോ ഇൻഡിവിജ്വൽ അമിനോ ആസിഡിലെയും അമിനോ ഗ്രൂപ്പുകൾ പോയതിനു ശേഷം ആഫ്റ്റർ ഡീഅമിനേഷൻ
അമിനോ ആസിഡുകളുടെ സ്ട്രക്ചറിനനുസരിച്ച് ഓരോ അമിനോ ആസിഡിനും ഓരോ സ്ട്രക്ചറാ. വാലിന്, ലൂസിന്, ട്രിപ്റ്റോഫാൻ, അങ്ങനെ ഒരുപാട് അമിനോ ആസിഡുകൾ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ് ആവുകയും അമിനോ ആസിഡുകളിൽ അതിന്റെ NH2 ഗ്രൂപ്പുകൾ റിമൂവ് ചെയ്തതിനു ശേഷം ഡീഅമിനേഷന് ശേഷം അവരുടെ സ്ട്രക്ചറിനനുസരിച്ച് NCERT സ്റ്റേറ്റ്മെന്റ് അത് ഒന്നെങ്കിൽ പൈറുവിക് ആസിഡ് ആവാം. ചിത്രത്തിൽ പൈറുവിക് ആസിഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റിടത്തൊക്കെ ഒന്നെങ്കിൽ അസറ്റൈൽ കോയ ആവാം, അല്ലെങ്കിൽ ക്രബ് സൈക്കിളിൽ ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റിലേക്ക് പോകാം അമിനോ ആസിഡുകൾ. അപ്പൊ ഡിഫറെന്റ് സബ്സ്ട്രേറ്റിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഇപ്പൊ ഇവിടെ കാണിച്ചത്. ഇത് ബ്രേക്ക് ഡൗൺ പറയുകയാണെങ്കിൽ ഇപ്പൊ കാറ്റബോളിക് പ്രോസസ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. പക്ഷെ സെല്ലിന് എപ്പോഴാണോ ഫാറ്റി ആസിഡ് വേണ്ടത്, അപ്പൊ സെല്ല് എന്ത് ചെയ്യും? അസറ്റൈൽ കോയനെ ഇവിടുന്ന് എന്ത് ചെയ്യും? ഇവിടുന്ന് വിഡ്രോ ചെയ്ത് ഫാറ്റി ആസിഡ് പ്രിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ പൈറുവിക് ആസിഡിനെ വിഡ്രോ ചെയ്ത് അമിനോ ആസിഡുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഗ്ലിസറോൾ ഉണ്ടാക്കാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കാം. അതായത് ഈ ഒരു പാത്ത് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും നടക്കാം എന്നുള്ളതാണ് സത്യം. ഇവരും ഇങ്ങോട്ട് മാത്രമല്ല, കാറ്റാബോളിസം മാത്രമല്ല, സെല്ലിന് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും നടക്കാം. അനാബോളിസം ഉണ്ട്, കാറ്റാബോളിസം ഉണ്ട്, അനാബോളിസം ഉണ്ട്. അതുകൊണ്ടാണ് റെസ്പിറേറ്ററി പാത്വേനെ നമ്മൾ ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കാൻ കാരണം. ഈ ചിത്രം ആംഫിബോളിക് പാത്വേന്റെ ചിത്രമല്ല, അത് പറയാൻ വേണ്ടി ഞാൻ ചിത്രം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആംഫിബോളിക് പാത്വേ എന്ന് പറഞ്ഞാൽ ബോത്ത് കാറ്റാബോളിസം ആൻഡ് അനാബോളിസം റെസ്പിറേറ്ററി പാത്തിൽ നടക്കുന്നത് കൊണ്ടാണ് അതിന് എന്ത് വിളിക്കുന്നത്? ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കുന്നത്. NCERT നന്നായിട്ട് വായിക്കണം. ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും NCERT ഉണ്ട്. അറിയോ? ഓക്കെ മക്കളെ, അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അത് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പാർഷ്യൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ പാർഷ്യൽ ഓക്സിഡേഷൻ നടന്ന, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, അല്ലെ? യൂക്കാരിയോട്ടിക് സെല്ലിലാണെങ്കിൽ അത് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലായിരിക്കും, അല്ലെ? തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനൈറോബിക് റെസ്പിറേഷനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ്. നോക്കാം, ഞാൻ ആദ്യം പറയാൻ പോണത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ്. ഈസ്റ്റിൽ നടക്കുന്ന ആൽക്കഹോളിക് ഫെർമെന്റേഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് പറയാം. ഇത് രണ്ടാമത്തേതാണ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. നോക്കാം, ആൽക്കഹോളിക് ഫെർമെന്റേഷനും ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ നോക്കാം. എന്ത് സംഭവം? അനൈറോബിക് റെസ്പിറേഷന്റെ കോമൺ പാത്ത് ഏതാണ്? ഗ്ലൈക്കോലൈസിസ്. എയറോബിക്കിന്റെയും കോമൺ പാത്ത് ഏതാണ്? ഗ്ലൈക്കോലൈസിസ്. അപ്പൊ ഗ്ലൈക്കോലൈസിസ് എന്തായാലും നടക്കുമല്ലോ. അപ്പൊ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് 2 മോളിക്കൂൾ പൈറുവിക് ആസിഡ് ആയിട്ട് മാറി. അതെന്തായാലും നടക്കും ഏത് ഓർഗാനിസത്തിലും. അപ്പൊ നമുക്കിവിടെ കിട്ടിയ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്? നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് NADH2, അല്ലെ? 2 NADH2 കിട്ടും. അതുപോലെ തന്നെ 2 ATPയും കിട്ടും, അല്ലെ? 2 ATPയും കിട്ടുന്നുണ്ട് ഗ്ലൈക്കോലൈസിസിന്റെ പ്രൊഡക്റ്റ്, അല്ലെ? ഗ്ലൈക്കോലൈസിസിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം ഇത് ഗ്ലൈക്കോലൈസിസ്. ഇതിനു ശേഷം എന്ത് സംഭവിക്കും? പൈറുവിക് ആസിഡിന് 3 കാർബൺ അല്ലേ? ഈ 3 കാർബണുള്ള പൈറുവിക് ആസിഡ് 2 കാർബണുള്ള അസറ്റാൽഡിഹൈഡായി മാറും. അസറ്റാൽഡിഹൈഡായിട്ട് മാറാനുള്ള കാരണം എന്താണ്? അസറ്റാൽഡിഹൈഡായിട്ട് മാറാനുള്ള കാരണം അതിൽ നിന്ന് CO2 റിലീസ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ നിന്ന് CO2 റിലീസ് ചെയ്തു. പൈറുവിക് ആസിഡിൽ നിന്ന് CO2 റിലീസ് ചെയ്തു. ഒരു പൈറുവിക് ആസിഡിൽ നിന്ന് ഒരു CO2 റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസറ്റാൽഡിഹൈഡ് ഉണ്ടാവും. അസറ്റാൽഡിഹൈഡിന്റെ കാർബൺ നമ്പർ 2 ആണ്. മനസ്സിലായോ? ഒരു പൈറുവിക് ആസിഡിൽ നിന്ന് ഒരു CO2 റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അസറ്റാൽഡിഹൈഡ് ഉണ്ടാവുന്നു. ഇവിടെ 2 പൈറുവിക് ആസിഡ് ഉള്ളത് കൊണ്ട് 2 അസറ്റാൽഡിഹൈഡ് ഉണ്ടാവും. അപ്പൊ 2 CO2 റിലീസ് ആവും എന്നുള്ളത് സത്യം. ഓക്കെ, ഇനി അസറ്റാൽഡിഹൈഡിന് എന്ത് സംഭവിക്കും? അസറ്റാൽഡിഹൈഡിന് റിഡക്ഷൻ നടക്കും. മനസ്സിലായോ? അസറ്റാൽഡിഹൈഡിന്റെ മേലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യും. അങ്ങനെ അസറ്റാൽഡിഹൈഡ് എഥനോൾ ആയിട്ട് മാറും. ഈ അസറ്റാൽഡിഹൈഡ് എഥനോൾ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ എവിടുന്ന കിട്ടിയത്? അസറ്റാൽഡിഹൈഡിന്റെ മേലേക്ക് നമ്മൾ NADH2 ഉണ്ടല്ലോ, ആ NADH2 ഓക്സിഡൈസ് ചെയ്യും. ആ NADH2 NAD+ ആവും. ഇതിന്റെ ഹൈഡ്രജൻ പോയിട്ട് അസറ്റാൽഡിഹൈഡിൽ പോയി തട്ടും. അപ്പൊ അസറ്റാൽഡിഹൈഡ് എന്ത് ചെയ്യും? റെഡ്യൂസ് ആവും. അങ്ങനെ അസറ്റാൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് എഥനോൾ ആയിട്ട് മാറും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ 2 അസറ്റാൽഡിഹൈഡ് ഉള്ളത് കൊണ്ട് 2 എഥനോളും ഉണ്ടാവും. അതുകൊണ്ട് 2 NADH2 യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെ ഉള്ള ആ 2 ഗ്ലൈക്കോലൈസിസിൽ കിട്ടിയ ആ 2 NADH2 ഇവിടെ എന്ത് ചെയ്തതാണ്? യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ NADH2 ഓക്സിഡേഷൻ നടത്തി, അല്ലേ? NADH2 ഓക്സിഡേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ആകെ നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നത് എന്താണ്? ഈ പറയുന്ന 2 ATP മാത്രമാണ് എനർജി ആയിട്ടുള്ളത്. NADH2 ഇവിടെ യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെയുള്ള എൻസൈമിന്റെ പേര് പൈറുവേറ്റ് ഡി കാർബോക്സിലേസ് ആണ്. ഈ എൻസൈമിന്റെ പേര്
പൈറുവേറ്റ് ഡി കാർബോക്സിലേസ് എന്നാണ് ഈ എൻസൈമിന്റെ പേര്. ഈ എൻസൈമിന്റെ പേരാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്നാണ് എൻസൈമിന്റെ പേര്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്നാണ് ആ എൻസൈമിന്റെ പേര്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. അങ്ങനെ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടന്നു കഴിഞ്ഞാൽ 2 എഥനോളും 2 CO2 ആണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് വെറും 2 ATP മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈസ്റ്റിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ഇത്, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഈ ആൽക്കഹോൾ നാച്ചുറലി ഫെർമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈസ്റ്റിനെ ആഡ് ചെയ്യാറുണ്ട്. ഈസ്റ്റിന് തന്നെ ഇതൊരു ഫെർമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കേടാണ്, പോയിസൺ ആണ്. കാരണം ആൽക്കഹോളിന്റെ ഒരു 13% എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈസ്റ്റ് ചത്തുപോകും എന്നുള്ളതാണ് ഏകദേശം. അപ്പൊ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ നടക്കുമ്പോൾ നാച്ചുറലി ഈസ്റ്റുകൾക്ക് ഒരു 13%, ഒരു 30% എത്തിക്കഴിഞ്ഞാൽ ആൽക്കഹോള് ഈസ്റ്റിനെ കൊല്ലും എന്നുള്ളത് കൊണ്ട് നാച്ചുറലി ഫെർമെന്റ് ചെയ്യുന്നതിൽ ഏകദേശം ആൽക്കഹോളിന്റെ കണ്ടന്റ് ഏകദേശം ആ ലെവലിലേക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. ഇത് കൂടാതെ നമ്മൾ മസിൽ സെല്ലിലും ചില ബാക്ടീരിയയിലും കണ്ടുവരുന്ന അനദർ അനൈറോബിക് റെസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ ഫെർമെന്റേഷൻ ആണ് ഇത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. നമ്മുടെ മസിൽ സെല്ലിലും നടക്കുന്ന കാര്യം. ഓക്കെ, അതെന്താന്നുള്ളത് നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം. മക്കളെ, നമ്മുടെ ഡിസ്കഷനിലേക്ക് വരാൻ പോകുന്നത് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഗ്ലൂക്കോസ്, ഇവിടെയും ഗ്ലൈക്കോലൈസിസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആയി. ആ 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ആവുന്ന സമയത്ത് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 ATP അതുപോലെ തന്നെ 2 NADH2 ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് കോമൺ ആയിട്ട് എല്ലാത്തിലും നടക്കുന്ന കാര്യമാണ്, ഗ്ലൈക്കോലൈസിസ് അല്ലെ. 3 കാർബണില് പൈറുവിക് ആസിഡ് ഉണ്ടായി. ഇനി സംഭവിക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് പൈറുവിക് ആസിഡ് അസറ്റാൽഡിഹൈഡ് ആയി മാറി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരെ പൈറുവിക് ആസിഡിൽ നിന്നും നേരെ പൈറുവിക് ആസിഡ് എന്താവുകയാണ്? റിഡക്ഷൻ നടക്കുകയാണ്. എന്നിട്ട് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുകയാണ്. കണ്ട, ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പൈറുവിക് ആസിഡ് നേരെ ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൈറുവിക് ആസിഡിന്റെ മേലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അത് സ്വാഭാവികമായിട്ട് ആരാ ചെയ്യുക? ഈ പറയുന്ന NADH2 അവർ NAD+ ആയി മാറി ഓക്സിഡേഷൻ നടന്നു. എന്നിട്ട് ഇതിന്റെ ഹൈഡ്രജൻ പോയിട്ട് പൈറുവിക് ആസിഡിൽ ആഡ് ചെയ്തു. അങ്ങനെ പൈറുവിക് ആസിഡ് ഇവിടെ റെഡ്യൂസ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 പൈറുവിക് ആസിഡ് ഉള്ള സ്ഥിതിക്ക് 2 ലാക്റ്റിക് ആസിഡ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ 2 NADH2 ഇവിടെ യൂട്ടിലൈസ് ചെയ്യും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും 2 ATP തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ ഉണ്ടായ ഗ്ലൈക്കോലൈസിലെ NADH2 ഇവിടെ യൂട്ടിലൈസ് ചെയ്യാണ്. ആകെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ആ 2 ATP ആണ്. ഇവിടെയുള്ള എൻസൈമിന്റെ പേര് എന്ന് പറയുന്നത് എന്താ? ഇവിടെയുള്ള എൻസൈമിന്റെ പേര് എന്ന് പറയുന്നത് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈമാണ്. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നാണ് എൻസൈമിന്റെ പേര്. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് അല്ലേ? ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് എന്നാണ് ഇവിടുത്തെ എൻസൈമിന്റെ പേര്. ഇത് നടക്കുന്നത് എവിടെയാണ്? മസിൽ സെല്ലിലും ചില ബാക്ടീരിയയിലും. അപ്പൊ എന്താ ഡിഫറൻസ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും ആൽക്കഹോളിക് ഫെർമെന്റേഷനും? മറ്റൊരുത്തെ എഥനോളും 2 CO2, ഇവിടെ 2 ലാക്റ്റിക് ആസിഡ് മാത്രം. 2 സ്ഥലത്തും 2 ATP ഉള്ളൂ. പിന്നെ അവിടെ റെഡ്യൂസ് ചെയ്യുന്നത് അസറ്റാൽഡിഹൈഡ് ആണ്, ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നത് പൈറുവിക് ആസിഡ് നേരിട്ടിട്ടാണ്. പറഞ്ഞത് മനസ്സിലായോ? ഇതിന് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു വരിയുണ്ട്. അനൈറോബിക് റെസ്പിറേഷൻസിൽ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ 7% താഴെയാണ് എനർജി എന്ന് പറയുന്നുണ്ട്. റിലീസ് ചെയ്യുന്ന എനർജി അറിയാം. ഓക്കെ, ലെസ് ദാൻ 7% ഓഫ് എനർജിയാണ് ഗ്ലൂക്കോസിൽ ഇത് റിലീസ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതാണ് ആൽക്കഹോളിക് ഫെർമെന്റേഷനും ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനും. ഇനി എയറോബിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയും പറയാം. എന്ത്? എയറോബിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ ആണ്, ഇത് പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ആണ്. എയറോബിക് ഓക്സിജന്റെ പ്രസൻസിലാണ്, ഇത് ഓക്സിജന്റെ ആബ്സെൻസിലാണ്. അവിടെ എയറോബിക്കിൽ 38 ATP ആണ്, ഇവിടെ 2 ATP ആണ്. എയറോബിക്കിൽ NADH2 അവസാനം ഓക്സിഡൈസ് ചെയ്തു. അത് കുറച്ചുകൂടി വിഗറസ് ആണ്. ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്തത് കുറച്ചുകൂടി വിഗറസ് പ്രോസസ് ആണ്. ഇവിടെ NADH2 ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ NADH2 ആ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് വെരി സ്ലോ ആണെന്നുള്ള രീതിയിലും NCERT പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്, എയറോബിക്കും അനൈറോബിക്കും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഓക്സിഡേഷൻ ഓഫ് NADH2 എവിടെയും നടക്കുന്നുണ്ട്, എയറോബിക്കിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും കൂടി വിഗറസ് ആണ് ഓക്സിഡേഷൻ അവിടെ, ഇവിടെ സ്ലോ ആണെന്നുള്ളതാണ് NCERT പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഈ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് ജെർമിനേറ്റിംഗ് സീഡിലുണ്ടെന്ന് NCERTയുടെ സമ്മറിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നിങ്ങൾ പോയി നോക്കുന്നത് നന്നായിരിക്കും. സമ്മറി കൂടി വായിക്കുന്നത് അടിപൊളിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സോ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ സെക്ഷനിൽ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. വളരെ എളുപ്പമുള്ള ഒരു സെക്ഷനാണ്. അവിടെ നമ്മളിപ്പോൾ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിൽ എത്ര ഓക്സിജൻ യൂസ് ചെയ്തു, എത്ര CO2 റിലീസ് ചെയ്തു എന്ന് കണക്കാക്കുന്ന ഒരു റേഷ്യോ ആണ്. ഓരോ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിനും ഇത് വ്യത്യാസമുണ്ട്. അതായത് RQ എന്ന് പറഞ്ഞാൽ എത്ര CO2 പുറത്തേക്ക് ഇവോൾവ് ചെയ്ത് എത്ര O2 കൺസ്യൂം ചെയ്തു എന്നുള്ളതാണ് RQ, റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ 6 CO2 പുറത്തേക്ക് റിലീസ് ചെയ്തു, 6 O2 എടുത്തു, യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ 1 ആണ് RQ വാല്യൂ ഗ്ലൂക്കോസ് അഥവാ കാർബോഹൈഡ്രേറ്റിൻ്റെത്. അതുപോലെ ഫാറ്റിൽ നമ്മൾ പറയും ഫാറ്റ് ആയിട്ടല്ല, ഫാറ്റി ആസിഡ് ആയിട്ടാണ് കയറുന്നത്. ഇതിൽ ഫാറ്റി ആസിഡ് ആണ് ട്രൈപാമിറ്റിൻ. ഫാറ്റിൻ്റെ ഒക്കെ ലെസ് ദാൻ 1 ആണെന്നുള്ളത് NCERT പറയുന്നുണ്ട്. ഇവിടെ ഫാറ്റി ആസിഡ് ആയിട്ടുള്ള ട്രൈപാമിറ്റിൻ ഫാറ്റ്. ഓക്കെ, ട്രൈപാമിറ്റിൻ്റെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 102 CO2 പുറത്തേക്കും റിലീസ് ചെയ്തു, 145 145 O2 യൂട്ടിലൈസ് ചെയ്തു. RQ ഈക്വൽ ടു 0.7 ആയിരിക്കും. പ്രോട്ടീൻ്റെത് എത്രയെന്നറിയോ? RQ വാല്യൂ ഓഫ് പ്രോട്ടീൻ ഈക്വൽ ടു 0.9 ആണ്. മനസ്സിലായോ? അത് കാണാതെ പഠിക്കാൻ നല്ലത് വേറെ നിവൃത്തിയില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഓർഗാനിക് ആസിഡ്സ്, RQ വാല്യൂ ഓഫ് ഓർഗാനിക് ആസിഡ്സ് മോർ ദാൻ 1 ആണ്. അത് ഓക്സാലിക് ആസിഡിൻ്റെത്, ടാർട്ടാറിക് ആസിഡിൻ്റെ ഒക്കെ വ്യത്യാസം മോർ ദാൻ 1 ആയിരിക്കും RQ വാല്യൂ ഓഫ് ഓർഗാനിക് ആസിഡ്സ്. അനേറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിനോമിനേറ്ററിൽ 0 വരികയാണെങ്കിൽ ഇൻഫിനിറ്റി എന്നല്ലേ നമ്മൾ പറയാറ്. അനേറോബിക് റെസ്പിറേഷൻ RQ വാല്യൂ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ അപ്ലൈഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ RQ വാല്യൂ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണാതെ പഠിക്കുക. ട്രൈപാമിറ്റിൻ്റെത് എത്രയെന്ന് പഠിക്കുക, കാർബോഹൈഡ്രേറ്റ് എത്രയെന്ന് പഠിക്കുക. അതുപോലെ പ്രോട്ടീൻ്റെത് 0.9 ആണ്. അതുപോലെ തന്നെ ഓർഗാനിക് ആസിഡ് മോർ ദാൻ 1 ആണ്. ഇപ്പോൾ ആൽക്കോളിക് ഫെർമെൻറ്റേഷൻ ഒക്കെ ആണെങ്കിൽ അനേറോബിക് റെസ്പിറേഷനിൽ ഓക്സിജൻ എടുക്കാത്ത സ്ഥിതിക്ക് അവിടെ ഡിനോമിനേറ്റർ വരുമ്പോൾ 0 വരും, O2 നോട്ട് യൂട്ടിലൈസ്ഡ് ആണ്. അപ്പോൾ അത് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ടി വരും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന റെസ്പിറേറ്ററി കോഷ്യന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഡീൽ ചെയ്തത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് ഡു പ്ലാൻ ബ്രീത്ത് എന്നുള്ള സെക്ഷനിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്ലാന്റിന് റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ടോ എനിമൽസ് പോലെയാണ്? പ്ലാന്റിന് പക്ഷേ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ അവിടെ ഓപ്പണിങ്സ് ഉണ്ട്, സ്റ്റോമയുണ്ട്. അതുപോലെ തന്നെ ലെൻഡിസെൽ, സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യമാണ് ലെൻഡിസെൽ. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പ്ലാന്റിന് റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല എനിമൽസിന്റെ പോലെ. എന്താ റീസൺ? ഒന്നാമത്തെ റീസൺ, ഓരോ പ്ലാന്റിന്റെ പാർട്ടും റെസ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്തോളും. അതുകൊണ്ട് അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു ഓർഗൻ്റെ ആവശ്യമില്ല. രണ്ടാമത്, ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് ഗ്യാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വളരെ ലിറ്റിൽ എമൗണ്ട് ആണ്. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഓർഗൻ്റെ ആവശ്യം നിലവിലില്ല പ്ലാന്റിന്. പിന്നെ റെസ്പയറിങ് റേറ്റ് പ്ലാന്റിനെ സംബന്ധിച്ച് എനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ റെസ്പയറിങ് റേറ്റ് വളരെ കുറവാണ്. അവർക്ക് വേണ്ട സമയം ഓക്സിജൻ കൂടുതൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സമയം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിന്റെ സമയത്ത് അവർക്ക് ഓക്സിജൻ അവരുടെ സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു ഭാഗത്തുനിന്ന് എത്ര വലിയ പ്ലാന്റ് ആയാലും ഗ്യാസ് ഡിഫ്യൂസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് വളരെ കുറവാണ്. എത്ര വലിയ പ്ലാന്റ് ആയാലും ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അല്ലാതെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് ഒരിക്കലും ഗ്യാസിൻ്റെത് പോസിബിൾ അല്ല. ഇപ്പോൾ സൈലം ഫ്ലോയം വഴിയൊക്കെ ഫുഡ് പോണത് ഫ്ലോയം വഴിയാണ്. സൈലം വഴി പോകുന്നത് വാട്ടറും മിനറൽസും ആണെങ്കിൽ റൂട്ട് ടു ടോപ്പ് വരെ അങ്ങനെ പോകും. പക്ഷെ വിഷയം ഇവിടെ ഗ്യാസിനെ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കാര്യം നിലവിലില്ല. അവിടെ വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടാണ്. ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് എത്ര വലിയ പ്ലാന്റ് ആയാലും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, റെസ്പിറേറ്ററി ഓർഗൻ്റെ ആവശ്യം നിലവിലില്ല. പിന്നെ പ്ലാന്റിന്റെ ലിവിങ് സെൽസുകളൊക്കെ വളരെ സർഫേസിലാണുള്ളത്. അതുകൊണ്ട് നേരിട്ട് എയറുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അതുപോലെ തന്നെ ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള പാരൻകൈമയാണ് റൂട്ടിലും സ്റ്റെമ്മിലും ഒക്കെ ഉള്ളത്, ലീഫിലൊക്കെ ഉള്ളത്. അത് ഒരു ഇന്റർ കണക്റ്റഡ് എയർ സ്പേസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇവർക്ക് സത്യം പറയുകയാണെങ്കിൽ അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, റെസ്പിറേറ്ററി ഓർഗൻ്റെ ആവശ്യം ഇല്ല എന്ന് NCERT പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു റാപ്പിഡ് റിവിഷൻ ഓഫ് ദിസ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നീറ്റിന് പോകുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ കൂടെ NCERT ടെക്സ്റ്റ് ബുക്കും നിങ്ങളും കൂടി വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ പെർഫെക്റ്റ് ആവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഫർദർ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസ്കഷൻസ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ഡൗട്ടുകൾ കൊടുത്താൽ നമുക്ക് ക്ലിയർ ആക്കാം.
ഓക്കെ, എന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിന്റെ ചില ക്വസ്റ്റ്യൻസുകൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അതും കൂടി ആവുമ്പോൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തും, ചില ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കാം. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ബ്രേക്കിംഗ് ഓഫ് കാർബൺ കാർബൺ ബോണ്ട് കോംപ്ലക്സ് കോമ്പൗണ്ട് ത്രൂ ഓക്സിഡേഷൻ വിത്തിൻ ദ സെൽ ലീഡിങ് ടു റിലീസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി എന്ന് പറയുന്നത് റെസ്പിറേഷൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിഷൻ അതേപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഇസ് ഡിറൈവ്ഡ് ഫ്രം സൂക്രോസ് which is the end product of photosynthesis and from the storage carbon. Sucrose is converted into glucose and fructose by the enzyme invertase. രണ്ടാമത്തേതിൽ ഡി ആണ് ഓപ്ഷൻ വരുന്നത്. ബിഫോർ എൻറ്ററിങ് റെസ്പിറേറ്ററി പാത്വേ അമിനോ ആസിഡ്സ് ആർ, നമ്മൾ നേരത്തെ ആംഫിബോളിക് പാത്വേ ഡിസ്കസ് ചെയ്ത ആ ഒരു സ്ഥലത്ത് പറഞ്ഞിരുന്നു, അമിനോ ആസിഡുകൾ അവരുടെ അമിനോ ഗ്രൂപ്പുകൾ റിലീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കയറുന്നത്. ആഫ്റ്റർ ഡി അമിനേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ 3 സി ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിച്ച് വൺ ക്യാൻ റെസ്പയർ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ? ഓക്സിജന്റെ ആബ്സെൻസിലും റെസ്പയർ ചെയ്യാൻ കഴിയുന്നത് സീഡ് തന്നെയാണ്. മനസ്സിലായോ? നമ്മുടെ NCERT സമ്മറിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സമ്മറി ബയോഗ്രഫി ഒക്കെ നോക്കിയിട്ട് പോകണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ കീ പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലൈസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണെന്നും അത് മാത്രമല്ല ഗ്ലൈക്കോലൈസിന്റെ എൻഡ് പ്രൊഡക്റ്റ് കീ പ്രൊഡക്റ്റ് എന്ന് പറയപ്പെടുന്നത് പൈറുവിക് ആസിഡ് ആണെന്നും നമുക്കറിയാം. 5 സി. ആറാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്ലൈക്കോലൈസിസ്. ഇറ്റ് ഒക്കർ ഔട്ട്സൈഡ് ദ മൈറ്റോകോൺട്രിയ. ശരിയാണ്, സൈറ്റോപ്ലാസ്റ്റിലാണ്. ഇറ്റ് ഈസ് എൻ അനൈറോബിക് ഫേസ്. അതൊരു അനൈറോബിക് ഫേസ് ആണ്, കാരണം അവിടെ ഓക്സിജന്റെ ആവശ്യം നിലവിലില്ല. ഗ്ലൂക്കോസ് അണ്ടർഗോ പാർഷ്യൽ ഓക്സിഡേഷൻ ടു ഫോം 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്ലൂക്കോസ് ഈസ് ഫോസ്ഫോറൈലേറ്റഡ് ടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ബൈ ഹെക്സോകൈനേസ് ആണ്, അല്ലാതെ ഐസോമറീസ് എൻസൈം അല്ല. ആൻസർ ആറിൽ ഡി ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, റെസ്പിറേഷൻ ക്യാൻ ഒക്കർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഓക്കെ, റെസ്പിറേഷൻ ക്യാൻ ഒക്കർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ഇൻ ഈസ്റ്റിൽ നടക്കാൻ പറ്റും. ഈസ്റ്റിൽ നമ്മൾ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8, എഥനോൾ ഈസ് ഫോംഡ് ഫ്രം അസറ്റാൽഡിഹൈഡ്. നമുക്കറിയാം ആൽക്കഹോൾ ഫെർമെന്റേഷൻസിൽ അസറ്റാൽഡിഹൈഡിൽ നിന്ന് എഥനോൾ എങ്ങനെ ഫോം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് എൻസൈമിന്റെ പ്രസൻസിലാണ് എഥനോൾ ഉണ്ടായത്? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് റെസ്പിറേഷൻ ഇൻ ഈസ്റ്റ്, അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ ആണ്. അവിടെ എൻഡ് പ്രൊഡക്റ്റ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, എഥനോള്, എനർജി ATP ഉണ്ട്. അപ്പൊ ഇതാണ് ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി the TCA cycle start with condensation of acetyl group with oxaloacetic acid and water to yield citric acid. ആ എൻസൈമിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. സിട്രിക് ആസിഡ് ഉണ്ടായ ആ എൻസൈമിന്റെ പേര് സിട്രേറ്റ് സിന്തേസ് എന്നാണ്. 10 സി ആണ് ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, all enzymes of TCA cycles are located in the mitochondrial matrix. മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിൽ കാണുന്ന എൻസൈംസുകൾ എല്ലാം മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് ക്രബ്സ് സൈക്കിളിൻ്റെ കാണുന്നത്, എക്സെപ്റ്റ് വൺ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. അതിന് ആൻസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറയുന്നു, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, കെമിയോസ്മോട്ടിക് തിയറി ATP സിന്തസിസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺഡ്രിയ ബേസ്ഡ് ഓൺ. രണ്ടിലും പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ കെമിയോസ്മോസിസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പ്രോട്ടോൺ ഗ്രേഡിയന്റ്. 12 ഡി. 13, പൈറുവേറ്റ് ആഫ്റ്റർ എൻറ്ററിങ് ദ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ് ഇറ്റ് അണ്ടർഗോസ് oxidative decarbonation reaction catalyzed by the enzyme pyruvate dehydrogenase. Okay, which of the following do not participate in this reaction? Magnesium ഉണ്ട്, coenzyme ഉണ്ട്, NAD+ ഉണ്ട്. ഹൈഡ്രജൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതല്ല, ഹൈഡ്രജൻ റിലീസ് ചെയ്യുന്ന ആളാണ്. അതിന് ആ അപ്പൊ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആള് H+ ആണ്. ഓക്കെ, 13 ഡി ആണ് ഓപ്ഷൻ വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ TCA സൈക്കിൾ ഡീഹൈഡ്രോജനേഷൻ ഒക്കർ. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്ന പ്രോസസ് അഥവാ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം. ഐസോസിട്രിക് ആസിഡ് ഓക്സാലോസക്സിനിക് ആസിഡ് ആവുന്ന സമയത്ത് ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്. ഞാൻ ആ സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ നോക്കി നോക്കൂ. ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സിനൈൽ കോയ ആവുന്ന സമയത്തും ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്. മാലിക് ആസിഡും ഓക്സാലോഅസറ്റിക് ആസിഡ് ആവുന്ന സമയത്തും ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ.
15. The energy utilized for production of proton gradient required for phosphorylation in respiration. ഇവിടെ NCERT-ലെ വരികൾ ETS വായിക്കുന്ന സമയത്ത് കാണാം, ഇന്റർ മെംബ്രെയിൻ സ്പേസിൽ പ്രോട്ടോൺ അക്യുമുലേറ്റ് ചെയ്തു, അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബിൽഡ് ചെയ്തു, അവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ എനർജി ആണ് യൂസ് ചെയ്തത് എന്ന് NCERT പറയുന്നുണ്ട്. പക്ഷെ ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് ആണ് ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കിയതും എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ ഓക്സിഡേഷൻ നടന്ന് അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടാണ് ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടായത് എന്ന് NCERT പറയുന്നത് കൊണ്ട് തന്നെ 15-ൽ B ആണ് ഓപ്ഷൻ വരുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് കോംപ്ലക്സ് 5 ഓഫ് ദി ETS? മൈറ്റോകോൺഡ്രിയ. ഓക്കെ, അതിന്റെ ആൻസർ ATP സിന്തേസ് ആണ്. കോംപ്ലക്സ് 5 ATP സിന്തേസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോസ് അണ്ടർഗോയിങ് എയറോബിക് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്. ഗ്ലൂക്കോസ് അണ്ടർഗോയിങ് എയറോബിക് റെസ്പിറേഷൻ എത്ര കിട്ടും എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ചോദ്യം കറക്റ്റ് അല്ല, കാരണം എത്ര ഗ്ലൂക്കോസ് ആണെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ആൻസർ കീയിൽ, അപ്പൊ ഈ ആൻസർ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടുന്ന് മാറ്റുകയാണ്. വേണമെങ്കിൽ 2 ഗ്ലൂക്കോസ് ആണെങ്കിൽ 36 ATP ആയിരിക്കും അല്ലെ. 2 ഗ്ലൂക്കോസ് ആണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടായിരിക്കും? 38 കൂട്ടിയാൽ എത്ര? 76 ആയിരിക്കും അല്ലെ. നമുക്ക് 4 ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണെങ്കിൽ എത്രയായിരിക്കും? 4 ഗ്ലൂക്കോസ് ആണെങ്കിൽ എത്രയായിരിക്കും? 4 ഗ്ലൂക്കോസ് അണ്ടറിങ് എയറോബിക് റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ 4 ഗ്ലൂക്കോസ് ആണെങ്കിൽ നമുക്കിതിന്, ഞാനത് ടൈപ്പ് ചെയ്ത സമയത്ത് 4 ഗ്ലൂക്കോസ് ആയിരുന്നു, ഞാൻ പെട്ടെന്ന് മറന്നുപോയതാണ്. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു ഇതിൽ 4 ഗ്ലൂക്കോസ് അണ്ടർഗോയിങ് എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ആൻസർ കീ ഏതാ വരിക? 152 ആണ്. അപ്പൊ അതിൽ ക്വസ്റ്റ്യൻസിൽ അവിടെ കൊടുക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഓക്കെ, 18. ദ കാർബൺ സ്കെൽട്ടൻ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഈസ്. നിങ്ങൾക്കറിയാം ഒരുപാട് ഇന്റർമീഡിയറ്റുകൾ റെസ്പിറേഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നും ആ ഇന്റർമീഡിയറ്റുകളാണ് ചിലപ്പോൾ അടുത്ത പല മോളിക്യൂൾസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംഫിബോളിക് പാത്വേ പറയുന്ന സമയത്ത് സെല്ലിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ they used as a precursor for biosynthesis of other molecule in the cell എന്ന് ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഡു പ്ലാൻ ബ്രീത്ത് എന്നുള്ള അതിന്റെ നേരെ മേലെ നമുക്കിത് കാണാൻ പറ്റും. റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് ATP ഉണ്ടാവും, അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇതിന്റെ ഫലമായിട്ടുണ്ടായ ഇന്റർമീഡിയറ്റുകൾ ഒരുപക്ഷെ സെല്ലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും എന്നുള്ളത് ഓർത്തു വെക്കുക. അതാണ് കാർബൺ സ്കെൽട്ടൻ എന്ന് ഉദ്ദേശിക്കുന്നത്. RqF4 മോർ ദാൻ 1 ആണെങ്കിൽ അതൊരു ഓർഗാനിക് ആസിഡ് ആണ്, ഓക്സാലിക് ആസിഡ് ആണ്. 1 ആണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ്. 0.7 ആണെങ്കിൽ അത് ട്രൈപാമിറ്റിൻ ആണ്. ഇതാണ് ആൻസർ. 19-ൽ B. 20. ഇഫ് ദ വോളിയം ഓഫ് CO2 ലിബറേറ്റഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഈസ് മോർ ദാൻ RQ ദാൻ വോളിയം ഓഫ്, അപ്പൊ RQ മോർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ ആൻസർ ഏതേക്കാരം? ഓർഗാനിക് ആസിഡ്സ് ആയിരിക്കും. മനസ്സിലായോ? RQ വാല്യൂ. 21. വാട്ട് എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഡ്യൂറിങ് ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് അനേറോബിക് റെസ്പിറേഷനിൽ ഗ്ലൂക്കോസിന്റെ ലെസ് ദാൻ 7% എന്ന് NCERT വളരെ വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ 21-ൽ D ആണ് ആൻസർ. 22. വാട്ട് ഈസ് ദ നെറ്റ് ഗെയിൻ ഓഫ് ATP വെൻ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ട് ടു മോളിക്യൂൾ പൈറുവിക് ആസിഡ്. അവിടെ ഗ്ലൈക്കോലൈസിസിന് എത്രയെന്ന് ചോദിച്ചിട്ടുള്ളൂ, എയറോബിക്കൽ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എയറോബിക്കിലെ ഗ്ലൈക്കോലൈസിസ് എന്നല്ലല്ലോ, അതുകൊണ്ട് അതിന്റെ ആൻസർ എന്തായിരുന്നു? പ്രീവിയസ് ഇയർ കൊടുത്തത് 2 ATP ആണ്. നെറ്റ് ഗെയിൻ ATP എത്രയാണ്? 2 ATP ആണ്. 23. The number of substrate level phosphorylation in one turn of citric acid cycle. ഒരു സിട്രിക് ആസിഡ് സൈക്കിളിൽ എത്ര സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറൈലേഷൻ ആണ് നടക്കുന്നത്? ഒരു ക്രബ് സൈക്കിളിൽ ആകെ 1 ATP ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിന്റെ ആൻസർ ഏതാ വരിക? 1. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. 23-ൽ D. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റെസ്പിറേറ്ററി കോഷ്യന്റ് RQ വാല്യൂ ഓഫ് ട്രൈപാമിറ്റിൻ 2019-ൽ ചോദിച്ച ചോദ്യമാണ്. 0.7 ആണ് അതിന്റെ ആൻസർ. നമുക്കറിയാം. Which of the following statement regarding mitochondria is incorrect? Enzyme of electron transport embedded in outer membrane. തെറ്റാണ്. ETS ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്നർ മെംബ്രെയിനിലാണ്. ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇൻകറക്റ്റ് ഇതാണ്. ഇന്നർ മെംബ്രെയിൻ ഈസ് കൺവോല്യൂട്ടഡ് വിത്ത് ഇൻഫോൾഡിങ്. അതൊക്കെ ശരിയാണ്. മൈറ്റോകോൺഡ്രിയ മെട്രിക്സ് കണ്ടെയ്ൻ സിംഗിൾ സർക്കുലർ DNA മോളിക്യൂൾ. ശരിയാണ്. സിംഗിൾ ഡബിൾ സ്റ്റാൻഡേർഡ് സർക്കുലർ DNA, ഇവിടെ സിംഗിൾ സർക്കുലർ DNA, ഒരു ഒറ്റ DNA ഉണ്ട്. ഇത് പറഞ്ഞു, അതൊക്കെ ശരിയാണ്. ആദ്യം തന്നെ നമുക്ക് ആൻസർ കിട്ടിയത് കൊണ്ട് 25-ൽ A. 26. Conversion of glucose to glucose 6-phosphate, the first irreversible reaction catalyzed by hexokinase enzyme. അല്ലേ? 26-ൽ A.
അത് ഫസ്റ്റത്തെ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്, എക്സോകൈനേസ് യൂസ് ചെയ്യുന്ന എൻസൈം. 26 എ. 27 വാട്ട് ഈസ് ദ റോൾ ഓഫ് NAD+? NAD+ന്റെ റോൾ എന്താ? NAD+ ഹൈഡ്രജനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ഹൈഡ്രജന്റെ കൂടെ വരുന്ന ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, അല്ലെ? ഇറ്റ് ഫംഗ്ഷൻ ആസ് എൻ ഇലക്ട്രോൺ കാരിയർ, എന്നിട്ടാണ് NADH ആവുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ NAD+ന്റെ ഫംഗ്ഷൻ അതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. 27 ബി. ഓക്കെ. 28 which of these statements are incorrect? Glycolysis operate as long as it's supplied with NAD+ that can pick up by hydrogen atom. ഗ്ലൈക്കോലൈസ് നടക്കപ്പോൾ NAD+ ഉണ്ടെങ്കിലല്ലേ ഗ്ലൈക്കോലൈസ് നടക്കുള്ളൂ. കാരണം ഗ്ലൈക്കോലൈസ് നടക്കുമ്പോൾ ഹൈഡ്രജൻ റിലീസ് ചെയ്യും. ഹൈഡ്രജനെ റിലീസ് ചെയ്താൽ അവിടെ NAD വേണ്ടേ? NAD ഉണ്ടെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ. ഗ്ലൈക്കോലൈസ് occur in cytosol. ഓക്കെ. enzyme to ECA cycle present in mitochondrial matrix. ഓക്കെ. oxidative phosphorylation takes place in outer mitochondrial membrane. ഇത് തെറ്റാണ്. oxidative phosphorylation നടക്കുന്നത് ഇന്നർ മെംബ്രെയിനിലാണ് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. 29 ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ which statements wrong about Krebs cycle എന്നാണ്. There are 3 points the cycle where NAD is reduced to NADH. Okay ആണ്. There is a 1 point of cycle where FAD is reduced to FADH2. Okay ആണ്. During conversion of succinyl CoA to succinic acid, a molecule of GTP synthesized. Okay ആണ്. അടുത്ത question. The cycle start with the condensation of acetyl group with pyruvic acid. അത് തെറ്റാണ്. അത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഞാനത് കൊടുത്ത സമയത്ത് ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ്. സോ 29 ഡി ആണ് അവിടെ ഓപ്ഷൻസ് കറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, കാരണം അവിടെ ഓക്സാലോഅസെറ്റിക് ആസിഡ് ആയിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത്, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പ്രോസസ് CO2 ഈസ് നോട്ട് റിലീസ്ഡ്? CO2 റിലീസ് ചെയ്യാത്തത് എവിടെയാണ്? എയറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ CO2 റിലീസ് ചെയ്യുന്നുണ്ട്, പ്ലാന്റിലായാലും എനിമലായാലും. ആൽക്കോളിക് ഫെർമെന്റേഷനും CO2 റിലീസ് ചെയ്യുന്നുണ്ട്. ലാക്റ്റേറ്റ് ഫെർമെന്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷനിൽ 2 ലാക്റ്റിക് ആസിഡ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ CO2 റിലീസ് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാപ്റ്റർ നമ്മുടെ കൂടെ NCERT വെച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു നല്ല പെർസെൻറ്റേജിൽ നിങ്ങൾക്കിത് അത്യാവശ്യം കോൺസെപ്റ്റ് ക്ലിയർ ആകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്റർ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. നന്നായി പഠിക്കാൻ കഴിയട്ടെ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കൂടട്ടെ. സോ ഒരുപാട് ക്വസ്റ്റ്യൻ നീറ്റ് ലെവലുള്ള NCERT ടൈപ്പ് ക്വസ്റ്റ്യങ്ങൾ ചെയ്യുകയും അപ്പോൾ നിങ്ങൾക്ക് താനേ കോൺഫിഡൻസ് കൂടും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, എന്നാൽ ബൈ.